മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ അവന്റെ വീഴ്ച വരെയുള്ള പീരീഡിന് പറയുന്ന പേരാണ് നിഷ്പാപയുഗം. അടുത്ത് മനുഷ്യന്റെ വീഴ്ച മുതൽ മോശ വരെയുള്ള കാലം, മനുഷ്യന്റെ വീഴ്ച മുതൽ മോശ വരെയുള്ള കാലം മനസാക്ഷി യുഗം. ബിക്കോസ് മനുഷ്യൻ മനസാക്ഷി അനുസരിച്ച് ജീവിച്ചിരുന്നു എന്നാണ് വിവക്ഷ. മനസാക്ഷി അനുസരിച്ച് മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്തിന് പറയുന്ന പേരാണ് മനസാക്ഷി യുഗം. മോശ മുതൽ ന്യായപ്രമാണം വരികയാണ്. മോശയുടെ കാലത്താണ് ന്യായപ്രമാണം വരുന്നത്. മോശ മുതൽ ക്രിസ്തു വരെയുള്ള കാലം ന്യായപ്രമാണ യുഗം എന്ന് പറയും. മനുഷ്യൻ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചിരുന്ന കാലം. ഇന്ന് നമുക്ക് ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. ന്യായപ്രമാണം നമുക്ക് ഇന്ന് ആവശ്യവുമില്ല. എങ്കിലും ന്യായപ്രമാണം അനുസരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാണ്ടോ? 10 കൽപ്പനയൊന്നും നമുക്ക് ബാധകമൊന്നുമല്ല. അതൊന്നും നമ്മൾ ചുമന്നു നടക്കേണ്ട കാര്യമൊന്നും വാസ്തവത്തിലില്ല. അപ്പൊ ആൾക്കാർ ചോദിക്കേണ്ട, അപ്പൊ നമുക്ക് വ്യഭിചാരം ചെയ്യാമോ? 10 കൽപ്പനയിൽ വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടല്ല നമ്മൾ വ്യഭിചാരം ചെയ്യാതിരിക്കുന്നത്. നമ്മൾ ദൈവമക്കളായതുകൊണ്ടാണ് നമ്മൾ വ്യഭിചാരം ചെയ്യാതിരിക്കുന്നത്, അല്ലേ? അതോ 10 കൽപ്പനയെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണോ? 10 കൽപ്പനയെ പറഞ്ഞിട്ടുള്ളതൊക്കെ റിവൈസ് ചെയ്ത് കഴിഞ്ഞിവിടെ. 10 കൽപ്പനയിൽ പറഞ്ഞിട്ടുള്ളത് വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. പുതിയ നിയമം വരുമ്പോൾ ഇതെല്ലാം റിവൈസ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലാണ്ടോ? അതുകൊണ്ട് പഴയത് പറ്റുകൊണ്ടിരിക്കരുത്. അതൊക്കെ എത്രയോ റിവൈസ് ചെയ്ത് ഇവിടെ പുതിയ സാധനം ഇവിടെ വന്നു കഴിഞ്ഞു, അല്ലേ? ഞാനല്ലാതെ അന്യ ദൈവമില്ല, അതവിടെ ഇരിക്കട്ടെ. അതിനേക്കാൾ റിവൈസ്ഡാണ് ഇവിടെ ഇരിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ കയറാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിലൂടെ കയറി കഴിഞ്ഞാൽ ഈ പിതാവിന്റെ അടുക്കലേ പോകത്തുള്ളൂ, വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ പഴത്തിന് നമുക്കിവിടെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? എങ്കിലും ചിലരൊക്കെ 10 കൽപ്പനയും വെച്ചുകൊണ്ട് നടക്കുകയാണ്. 10 കൽപ്പനയൊക്കെ റിവിഷൻ കഴിഞ്ഞു, ഒരുപാട് റിവിഷൻ കഴിഞ്ഞു, മുമ്പിലെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന വസ്തുത ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. 10 കൽപ്പന അനുസരിച്ചത് കൊണ്ട് നമ്മൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞാൽ 10 കൽപ്പന അനുസരിച്ച് വ്യഭിചാരം ചെയ്യാതിരിക്കുകയാണ്, സ്വർഗത്തിൽ പോകത്തില്ല, അല്ലേ? പുതിയ റിവിഷൻ അനുസരിച്ച് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോയാൽ വ്യഭിചാരം ചെയ്ത്. അതുകൊണ്ടോ പഴയ നിയമത്തിൽ അങ്ങനെ ഇല്ല. അപ്പൊ പഴയതും വെച്ചുകൊണ്ട് നമ്മൾ ഓക്കെ ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് പോയാൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല, അല്ലേ? അടുത്ത പഴയ നിയമത്തിൽ കൊലപാതകം ചെയ്യരുതെന്ന് പറയുകയാണ്. പുതിയ നിയമത്തിൽ പറയുന്നത് സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാണ്. പഴയതനുസരിച്ച് നമ്മൾ ആരെയും കൊന്നിട്ടില്ല, ഒരു കോഴിയെ പോലും നമ്മൾ കൊന്നിട്ടില്ല എന്നും പറഞ്ഞ് സ്വർഗത്തിൽ പോകത്തില്ല. പുതിയ നിയമം റിവൈസ്ഡ് ആണ്. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നു എന്ന് വിചാരിച്ച് ഞാൻ ആ ഭാഗം വിടുകയാണ്, അല്ലേ? പിന്നെയും മോഹിക്കരുത് നടക്കുകയാണ്. കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്, കഴുതയെ മോഹിക്കരുത് മാത്രമേ പഴയ നിയമത്തിൽ പറയുന്നുള്ളൂ. പുതിയതിൽ അങ്ങനല്ല, ഒന്നും മോഹിക്കാൻ പറ്റത്തില്ല, അല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലുണ്ട്. നല്ലതായിട്ട് ദൈവാസന്മാരോട് പാടുന്ന കാണുമ്പോൾ ഞാൻ പാടിയെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ പോലും പ്രശ്നമാണ്, അല്ലേ? എൻ്റെ പ്രസംഗം കൊള്ളാവുന്നോ, എല്ലാവർക്കും പിടിച്ചോന്നോ എന്ന് പോലും ചിന്തിച്ചാൽ പ്രശ്നമാണ്. എൻ്റെ കുപ്പായം ശരിയായെന്തോ, മുടി വെട്ടിയത് ഒത്തോന്നോ എന്നൊക്കെ ചിന്തിച്ചാൽ പോലും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അടുത്തിരിക്കുന്ന ആൾ ഉറങ്ങുന്നുണ്ടൊക്കെ തട്ടി തിരുത്തി പോണേ. സ്തോത്രം. ഒരു അല്പനേരം ഷൂട്ടിങ്ങിന് വേണ്ടി നമ്മൾ പോവാണ്. ശ്രദ്ധിച്ചോളൂ, തിരിച്ചു വരൂ. ന്യായപ്രമാണ യുഗം, ന്യായപ്രമാണം അനുസരിച്ച് മനുഷ്യൻ ജീവിച്ചിരുന്ന കാലം. നമ്മൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി കേട്ടോ. സ്തോത്രം. നെക്സ്റ്റ്, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മുതൽ യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ് വരെയുള്ള പീരീഡ് കണ്ടോ. ക്രൂശ് മരണം മുതൽ രഹസ്യവരവ് എന്നാൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പീരീഡ്, ഇതിനെ പറയുന്നത് കൃപായുഗം എന്ന് പറഞ്ഞാൽ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്ന കാലം. ഇപ്പോൾ നമ്മൾ ആരും രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ കഴിവ് കൊണ്ടോ മികവ് കൊണ്ടോ കുലമഹിമ കൊണ്ടോ ഒന്നുമല്ല, മഹാദൈവത്തിന്റെ ആർദ്ര കരുണയാൽ, ദൈവത്തിന്റെ മനസ്സലിവിനാൽ നമ്മൾ കൂടെ രക്ഷപ്പെട്ടോട്ടെ എന്ന് ദൈവം കരുതിയ വിശാല മനസ്കത മഹാമനസ്സലിവിനാലാണ് നമുക്ക് ഈ ചാൻസ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലത്ത് കൃപായുഗം എന്ന് പറയുന്നത്. ഈ കൃപായുഗം തീരുന്നത് യേശുവിന്റെ മരണത്തോടു കൂടി ഇത് തീരും. മനസ്സിലായോ? യേശുവിന്റെ രഹസ്യവരവോട് കൂടി ഇത് തീരും. സ്തോത്രം. യേശുവിന്റെ രഹസ്യവരവോട് കൂടി ഇത് തീരും. യേശുവിന്റെ രഹസ്യവരവിൽ നമ്മൾ എടുത്തു കൊള്ളപ്പെടണം. അതാണ് നമ്മുടെ പ്രത്യാശ. അതിനാണ് നമ്മൾ ഈ റിസ്ക് എടുക്കുന്നത്. സ്തോത്രം, അല്ലേ? ഈ രാത്രിയും മഞ്ഞും പ്രയാസമൊക്കെ ഉള്ള സ്ഥലത്ത് വണ്ടിയൊക്കെ പിടിച്ച് നിങ്ങൾ റിസ്ക് എടുത്ത് ഇവിടെ വന്നിരിക്കുന്നതും, അല്ലേ? ഞാൻ അവിടെ നിന്ന് വീടും എല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് താമസിച്ച് നിങ്ങളോട് സുവിശേഷം പറയാൻ ഞാനിവിടെ നിൽക്കുന്നതും, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശം നമ്മളെല്ലാവരും ഈ കൃപായുഗത്തിന്റെ അവസാനം നടക്കാൻ പോകുന്ന കാഹളത്തിൽ നമുക്ക് അക്കരയ്ക്ക് പോകണം. സ്തോത്രം. എന്തായാലും ഇവിടെ നിന്ന് പോയേ പറ്റൂ. കൃപായുഗത്തിന്റെ അക്കരെ എത്ര നാളുണ്ടെന്ന് ചോദിച്ചാൽ നിത്യവാസം. ആ വാസം കർത്താവിനോടൊത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവലോടിരിക്കുന്നത്, സന്തോഷത്തോടെ നമ്മൾ പ്രത്യാശയോടെ ഇരിക്കുന്നത്. ഇവിടുത്തെ അല്പാൽപ ലൗകിക സുഖങ്ങളിൽപ്പെട്ട് നമ്മൾ നശിച്ചു പോകാതെ കരുതലോടെ നമ്മൾ കാത്തിരിക്കുന്നത് നിത്യായുസിലേക്ക് പോകാൻ വേണ്ടിയാണ്, നിത്യജീവനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. അത് കഴിഞ്ഞാലുടനെ, യേശുവിന്റെ രഹസ്യവരവ് കഴിഞ്ഞാലുടനെ നടക്കാൻ പോകുന്നത് പീഡാകാലമാണ്, ഒരു വലിയ യുദ്ധമാണ്. യേശുവിന്റെ രഹസ്യവരവ് മുതൽ
യേശുവിന്റെ പരസ്യവരവ് വരെ. ആ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോകം ഇന്ന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. At any time we can expect that war. അതെപ്പോഴും വേണോ അത് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഒരു സൈഡിൽ ഇസ്രായേൽ, മറു സൈഡിൽ ഇസ്ലാം. ഇങ്ങനെയാണ് രണ്ട് ടീം യുദ്ധം നടക്കാൻ പോകുന്നത്. ഇസ്ലാം അതിന്റെ രീതിയിൽ അവർ ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുന്നു. കേരളം അടക്കം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ എണ്ണസംഖ്യ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കർത്താവിൽ നിന്ന് അടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ അടി വാങ്ങിക്കാൻ തയ്യാറായിക്കോട്ടെ, അടിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലും തയ്യാറായിക്കോട്ടെ. നമ്മുടെ ജോലി കർത്താവ് വാതിൽ മലർക്കെ തുറന്നിട്ട് തന്നിട്ട് താല്പര്യമുള്ളവർ കയറിക്കൊള്ളാൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിലൂടെ അകത്തേക്ക് കടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് മാലോകരടുത്തെല്ലാം പ്രസംഗിക്കാനാണ് നമ്മളെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ. പ്രസംഗിക്കുമ്പോൾ അവർ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലുന്നവരെ കൊന്നുകളയട്ടെ. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ ജോലി കിട്ടുന്ന ആക്സസിൽ പ്രസംഗിക്കുക, വിളിച്ചു പറയുക. എക്കാലത്തും സുഖമായിട്ട് ഇവിടെ ആരോഗ്യത്തോടെ ഇരുന്നോളാം എന്ന് വെച്ചിട്ട് പ്രസംഗിക്കാതിരിക്കരുത്, പറയാതിരിക്കരുത്. ആവുന്നിടത്തോളം ഉച്ചത്തിൽ വിളിച്ചു പറയുക. മറ്റൊരുത്തലിലും രക്ഷയില്ല. എല്ലാവരും രക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും കർത്താവ് മാത്രമേ ഉള്ളൂ. ഇത് വിളിച്ചു പറയുക നമ്മുടെ ഉത്തരവാദിത്വമാണ്. സ്തോത്രം. പീഡാകാലം കഴിഞ്ഞാൽ ഇവിടെ 1000 ആണ്ട് വാഴ്ച വരാൻ പോവുകയാണ്. 1000 കൊല്ലം കർത്താവിന്റെ ഭരണം ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോവുകയാണ്. 1000 കൊല്ലം കർത്താവ് ഈ ഭൂമിയിൽ ഭരണം നടത്തും. മനസ്സിലാണ്ടോ? 1000 കൊല്ലം കർത്താവ് ഈ ഭൂമിയിൽ ഭരണം നടത്തും. അന്ന് നമ്മളൊക്കെ ഇവിടെ വരുമെന്നാണ് ചിലർ പറയുന്നത്. എനിക്കറിയില്ല. കൊണ്ടുവരുന്നെങ്കിൽ വരാം. സഹോദരൻ, ഞാൻ ബൈബിളെല്ലാം തപ്പി നോക്കിയിട്ട് കാണുന്നില്ല. കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വരുന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് അല്ലേ? നമ്മളിതിനെ കളഞ്ഞേച്ചും പോകുന്നവരാണ്. തിരിച്ച് പിന്നെ ഇവിടെ വന്ന് MLA ആവാം, മന്ത്രി ആവാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വരുന്നവർക്ക് വരാം. സ്വത്രം കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. ഞാൻ ബൈബിൾ ത്രൂ ഔട്ട് പരിശോധിച്ച് നോക്കിയിട്ട് ഇസ്രായേലിനെ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്, നമ്മളെ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നില്ല. അതിനൊരു വലിയ വിഷയമായിട്ടൊന്നും എടുക്കണ്ട. കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് വരാം, ഇല്ലെങ്കിൽ അങ്ങ് വിട്ടുകളയാം. ആകെ 2 വാക്യമേ ബൈബിളിൽ 1000 ആണ്ടിനെ കുറിച്ച് പറയുന്നുള്ളൂ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ്. 1, 1000 ആണ്ട് വരെ ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ പിശാചിനെ കെട്ടിയിടുന്നു. അടുത്ത് 1000 ആണ്ട് കഴിയുമ്പോഴോ അവനെ അഴിച്ചുവിടും. ഈ 2 വാക്യം മാത്രമേ 1000 ആണ്ടിനെ കുറിച്ച് ഉള്ളൂ. ബാക്കി മുഴുവൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ പഠിപ്പീരുകളാണ്. 1000 ആണ്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൂപ്പിച്ചിരിക്കുന്നതാണ്. ഇവകൾക്ക് എത്രത്തോളം അടിസ്ഥാനമുണ്ട് എന്ന് ബിബ്ലിക്കലി എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം പറയാൻ തയ്യാറെടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ഇന്ന് കർത്താവ് വന്നാൽ നമ്മളെ നേരെ അങ്ങേക്ക് കൊണ്ടുപോകും. ആ 7 വർഷം ഇവിടെ പീഡ, അത് കഴിഞ്ഞ് 1000 വർഷം കർത്താവിന്റെ ഭരണം. അതിനുശേഷം പുതിയ ഭൂമിയിലാണ് സഭ ഇറങ്ങി വരുന്നതായി കാണുന്നത്. മറ്റൊന്നും നമുക്ക് ബൈബിളിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല. അപ്പൊ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ചിന്ത. ഇനിയല്ല, ഇവിടേക്ക് കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് വരികയും ആവാം. അതിനെക്കുറിച്ച് നമ്മളാരും ഇപ്പൊ ബേജാറാവണ്ട. ഇത് കഴിഞ്ഞാൽ നമ്മൾ നിത്യതയിലേക്ക് മടങ്ങുകയാണ്. അത് പുതിയ ഭൂമിയിലാണ്. മനസ്സിലായോ? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായമാണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. 21-ാം അധ്യായം 1-2 വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. 21-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വായിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടെ. ഇവിടെയാണ് നമ്മൾ ഉണ്ടാകാനുള്ള സാധ്യത. സ്തോത്രം. ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും. വായിച്ചോളൂ. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കണ്ടോ? അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. മരണമില്ലാത്തൊരു നാട്ടിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. മരണം എന്ന് പറഞ്ഞാൽ വേർപാടെന്നാണ് അർത്ഥം. അപ്പൊ വേർപാടില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുകയാണ്. നിത്യമായി ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുകയാണ്. പിന്നെ there is no death. വ്യത്യാസം. പിന്നെ വേർപാട് പിന്നെ ഇല്ല. മരണമില്ല, രോഗമില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, ഒന്നുമില്ല. വായിക്കേ. 1-ാമത്തേത് കഴിഞ്ഞുപോയി. 1-ാമത്തേത് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ പൂർണ്ണമായും അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കണം. ഇല്ലെങ്കിൽ നിത്യമായ മരണത്തിലേക്ക്, നിത്യമായ കഷ്ടതയിലേക്ക്, നിത്യമായ കരച്ചിലിലേക്ക് നമ്മൾ പോകേണ്ടി വരും. നിത്യമായ കഷ്ടതയിലേക്ക് പോകാതിരിക്കാൻ അല്പകാലത്തേക്കുള്ള കഷ്ടം സഹിച്ച് നമ്മൾ കഷ്ടത ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ കഷ്ടതയിൽ നിന്ന് ഒഴിഞ്ഞു പോരണം. പറഞ്ഞതിന്റെ അർത്ഥം ഗ്രഹിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വതന്ത്രം. താഴേക്ക് വായിക്കാം. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. കണ്ടോ? അപ്പൊ നമ്മുടെ ബാക്കി പ്രിമൈസസ് എല്ലാം പുതുതാക്കുന്നു. ആദ്യം പുതുതാക്കുന്ന നമ്മളെയാണ്, അല്ലെ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അത് നമ്മൾ ഇവിടെ വെച്ചേ പുതിയതാവണം.
നമ്മൾ ഈ നശിക്കാൻ പോകുന്ന ലോകത്തിൽ പുതിയ മക്കളായി ജീവിക്കണം, ദൈവമക്കളായി ജീവിക്കണം. ഈ നശിക്കുന്ന ലോകത്തിന്റെ രാഗമോഹങ്ങൾക്കൊത്തവണ്ണമല്ല വരാനിരിക്കുന്ന പുതിയ ഭൂമിയുടെ രാഗത്തിനൊത്തവണ്ണം നമ്മൾ ട്യൂണാവണം. നമ്മൾ അവിടത്തേക്കുള്ളവരാണ്, നമ്മൾ ഇവിടത്തേക്കുള്ളവരല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പൂർണ്ണമായും നമ്മൾ വ്യത്യാസപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാര്യം ഗ്രഹിച്ചു കാണും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സ്തോത്രം. വായിച്ചു വിട്ടോളൂ. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. കണ്ടോ, ഇതാണ് സത്യമായ വചനം. വായിച്ചോളൂ. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. സൗജന്യമായി കൊടുക്കും. കണ്ടോ, കർത്താവ് സൗജന്യമായി കൊടുക്കും എന്ന് പറയാണ്. വായിക്കാം. ജയിക്കുന്നവന് ഇത് അവകാശമായി. ജയിക്കുന്നവന് ജയിക്കണം. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ജയിക്കണം. എന്താ ജയിക്കാനുള്ളത്? എന്താ ജയിക്കാനുള്ളത്? ഈ ലോകത്തെ ജയിക്കണം, മരണത്തെ ജയിക്കണം, കഷ്ടതയെ ജയിക്കണം. ഈ ലോകത്തിൽ ദൈവം നമുക്ക് ജയിക്കാൻ തന്നിരിക്കുന്ന എല്ലാം ജയിക്കണം. ക്രിസ്തു ജയിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ ജീവിച്ചാൽ നമുക്ക് ജയിക്കാൻ കഴിയും. ജയിച്ചേ തീരൂ. ടെസ്റ്റ് എഴുതിയാ പോരാ, ജയിച്ചേ തീരൂ. സ്തോത്രം. വേറൊരു പരിപാടി കൊണ്ടും നമുക്ക് വിജയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഏത് ചർച്ചയിൽ പോകുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. സ്നാനപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാര്യം തന്നെയാണ്, അത് പിന്നത്തെ കാര്യം. സ്തോത്രം. ഈ ഓട്ടക്കളത്തിൽ ഇറങ്ങിയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോ കരയിലിരുന്ന് ഓട്ടം കാണുകയാണോ? സ്തോത്രം. സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. അതനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ നോ യൂസ് അറ്റ് ഓൾ. അതുകൊണ്ട് കാര്യം വളരെ ഗൗരവമായി വിലയിരുത്തണം, ചിന്തിക്കണം, തിരിച്ചറിയണം. ഇറങ്ങിത്തിരിച്ചിട്ട് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ കരുതലുള്ളവരായിരിക്കണം, ബുദ്ധിയുള്ളവരായിരിക്കണം. സ്തോത്രം. നൈമിഷികവും ഭൗമികവും ഭൗതികവുമായ ഇവറ്റകളിൽപ്പെട്ട് നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകരുത്. ഇതെല്ലാം എന്തായാലും നഷ്ടപ്പെട്ടു പോവും. ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോവും. ശരീരമടക്കം ഇവിടെ ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ശരീരത്തെ സുഖിപ്പിക്കാൻ വേണ്ടി നിന്നിട്ട് നിത്യജീവൻ നഷ്ടപ്പെടരുത്. നാട്ടുകാരെ സുഖിപ്പിക്കാൻ നിന്നിട്ട് നിത്യജീവൻ നഷ്ടപ്പെടരുത്. ബന്ധുമിത്രാദികൾ ചാർച്ചക്കാരെല്ലാം കുഴിക്കരവരേ വരത്തുള്ളൂ. ശരീരം അതിനു മുമ്പേ നമ്മളെ വിട്ടുപോകും. മനസ്സിലാണ്ടോ? അതിനു മുമ്പേ നമ്മളെ വിട്ടുപോകും. നമ്മുടെ കൂടെ ആരും വരില്ല. നമ്മൾ വന്നത് ഒറ്റയ്ക്കാണ്, മടക്കവും ഒറ്റയ്ക്കാണ്. ആരെയും പ്രീതിപ്പെടുത്തി നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത് ഒരാളെ മാത്രമാണ്. നമുക്ക് വേണ്ടി ജീവനെ നൽകി നമ്മുടെ കർത്താവിനെ മാത്രമാണ്. അതാ ക്രിസ്തു പറഞ്ഞത്, എന്നെ അയച്ചവന്റെ വേല തികയ്ക്കുന്നത് എൻ്റെ ആഹാരം, മറ്റൊന്നുമല്ല എൻ്റെ ആഹാരം. ഇതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. എനിക്ക് നരകത്തിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് പിശാചിൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ല, എനിക്ക് കർത്താവിൻ്റെ കൂടെ പോയേ പറ്റത്തുള്ളൂ. ഭാരതത്തിലെ 130 കോടി ജനം നരകത്തിൽ പോകാൻ പദ്ധതിയിട്ടാലും എനിക്കൊരാൾക്ക് സ്വർഗത്തിൽ പോയേ പറ്റൂ എന്ന് തീരുമാനമെടുത്താലേ നമുക്കവിടെ പോകാൻ കഴിയത്തുള്ളൂ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ എങ്കിലും ബിരുദ് പ്രാപിക്കുന്നവൻ ഒരുന്നവൻ. ആ വാക്യം തെറ്റാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിജയിക്കുന്നുള്ളൂ എങ്കിൽ അത് നിങ്ങളാകാൻ കണക്കിനോടണം. ഓട്ടക്കളത്തിൽ അറ്റ്ലീസ്റ്റ് 2-3 പേര് ജയിക്കും, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്ലേസ് കിട്ടും. പക്ഷേ ഒരുത്തനെ ജയിക്കൂ എങ്കിൽ അതെനിക്കാവണം. ഈ മാനസിക ബലമുള്ളവന് മാത്രമേ ഈ ഓട്ടക്കളത്തിൽ ജയിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് യാക്കോബ് ചെയ്തത്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടില്ല. ഏശാവ് ചോദിക്കുന്നത്, ഇതെനിക്കെന്തിന് പായസം തരൂ, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ഏശാവ് നശിക്കപ്പെട്ടവനായി മാറി. ഏശാവിനെ കുറിച്ച് ഒടുവിൽ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: അവൻ പണിയട്ടെ, ഞാൻ പൊളിച്ചു കളയും. സ്തോത്രം. യാക്കോബ് പറഞ്ഞ അങ്ങനല്ല, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടില്ല. യാക്കോബ് തകർന്നു പോയിട്ടും ക്ഷീണിച്ചു പോയിട്ടും കർത്താവ് യാക്കോബിനെ നശിക്കാൻ വിട്ടില്ല. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു തീരുമാനമുണ്ടാവണം. ആരൊക്കെ സ്വർഗത്തിൽ പോകുന്നില്ലെങ്കിലും, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും നരകത്തിലാണ് പോകുന്നതെങ്കിലും എനിക്ക് സ്വർഗത്തിൽ പോയേ പറ്റൂ. നമ്മളറിയണം, നമുക്ക് ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ശരീരമടക്കമാണ്. ബന്ധുമിത്രാദികളും ചർച്ചക്കാരും നാട്ടുകാരും മാത്രമല്ല, നമ്മുടെ ശരീരമടക്കം നമ്മുടെ അങ്ങോട്ടുള്ള യാത്രയ്ക്ക് ശത്രുവാണ്. ഇതിനെ റീട്യൂൺ ചെയ്യാനും ഇതിനെ കൺട്രോൾ ചെയ്യാനും മുയലിനെ തൂക്കുന്നത് പോലെ ഇതിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശരീരത്തെ അടക്കം കൺട്രോൾ ചെയ്യാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മളിവിടെ പരാജയപ്പെട്ടു പോകും. ഓട്ടക്കളത്തിൽ പരാജയപ്പെടാനാകരുത് നമ്മൾ ഇറങ്ങിയത്. ജയിച്ചേ തീരൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. എങ്കിൽ പുതിയ ഭൂമിയിൽ കർത്താവിനോടൊത്ത് നമുക്ക് ചെല്ലാൻ കഴിയും. ഇല്ലെങ്കിൽ ബാക്കി നിങ്ങൾക്കറിയാം. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. ദൈവദാസന്മാരുടെ പാട്ടിൻ്റെ ചില വരികൾ പാടും. അപ്പോൾ സ്തോത്രക്കാഴ്ച സ്വീകരിക്കുവാനുള്ള സമയമാണ്. ആ സമയം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
രാജൻ വരുന്നൊരു തുണികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലിൻ രാജൻ വരുന്നൊരു തുണികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുവാൻ വാനിൽ പറന്നു പോകാൻ. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുവാൻ വാനിൽ പറന്നു പോകാൻ. ശാലിൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലിൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. വീരറുണർന്നു ശോഭിപ്പാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. ക്രിസ്തു വീരറുണർന്നു ശോഭിപ്പാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. കാക്ഷിത്വം ഇടിച്ചു കാണുക, സ്നേഹത്താൽ ഒന്നിക്കാം, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. കാക്ഷിത്വം ഇടിച്ചു കാണുക, സ്നേഹത്താൽ ഒന്നിക്കാം, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. ശാലിൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലിൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുവാൻ വാനിൽ പറന്നു പോകാൻ. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുവാൻ വാനിൽ പറന്നു പോകാൻ. ശാലിൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലിൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം. നാളെ നമ്മൾ പകലിൽ ക്ലാസ് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. കഴിയുമെന്നുള്ള എല്ലാവരും വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എങ്കിൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഞാനതങ്ങനെ ചെയ്യാം. എളുപ്പം ഏതായിരിക്കും എന്നുള്ളത് നോക്കിയിട്ട് അത് ചെയ്യാം. ഓക്കെ, വെളിപ്പാട് ദിവസം പഠിപ്പിക്കാൻ നോക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയായിരിക്കും എന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യം. ദൈവദാസന്മാരെല്ലാവരും കൂടെ ഒന്ന് സംസാരിച്ച് ക്രമീകരിച്ചാൽ 3 ദിവസം പകലിൽ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കാം. ഇതെനിക്കൊരു ഭാഗം ഇങ്ങനെ എടുത്തു പോകാനും എനിക്ക് കഴിയും. ഓക്കെ, പക്ഷെ എല്ലാവരും വരണം. എനിക്ക് ടയേർഡാണ് ഞാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും വരണം. നമ്മൾ അത്ര റിസ്ക് എടുത്ത് വന്നാൽ എല്ലാവരും വരിക എന്ന് പറഞ്ഞാൽ പഠിക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും എത്തണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് റിസ്ക്കായി പോവും. ഒരു 10:30 മുതൽ 1 മണി വരെ എന്നുള്ള നിലയിൽ നമുക്ക് ചിന്തിക്കാം. 11 മണിക്ക് എന്തായാലും തുടങ്ങാൻ കണക്കിന് എല്ലാവരും എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, 10:30 എന്ന് പറഞ്ഞത് അരമണിക്കൂർ നിങ്ങൾക്ക് കിട്ടതാണ്. പിന്നെ 12 മണി ആക്കി കളയരുത്. കാരണം എനിക്ക് രാവിലത്തെ സെഷൻ കഴിഞ്ഞ് ഒരല്പം വിശ്രമിച്ചിട്ട് വേണം രാത്രിയിലേക്ക് വരാൻ. തൊണ്ട നേരത്തെ എനിക്ക് ഇച്ചിരി പ്രയാസമായി പോയി, ഇൻഫെക്ഷനൊക്കെ ആയി. ഞാൻ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ വരാൻ കഴിയുമെന്ന് പോലും ഞാൻ ആശങ്കപ്പെട്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഇതും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഡേ നൈറ്റ് പ്രസംഗിക്കുക എന്നുള്ളത് പിന്നെ ഒരു അല്പം റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കൾ
എന്താ പറയുക, സഹകരിക്കാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ അതിൽ സഹകരിച്ചാൽ വളരെ എളുപ്പമായിരിക്കും എനിക്ക്. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം വിശേഷം ചോദിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആ യുഗങ്ങളെക്കുറിച്ചുള്ള സംവിധാനം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ബൈബിളിൽ കാണുന്നത്, ഞാനിപ്പോൾ ഈ യുഗങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഏറെക്കുറെയുള്ള ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനതിനെ സിംപ്ലിഫൈ ചെയ്ത് പറയുന്നത് നിത്യത മുതൽ നിത്യത വരെ എന്നൊരു എക്സ്പ്ലനേഷനാണ്. നിത്യത മുതൽ നിത്യത വരെ, ലോകം എവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നിത്യത മുതൽ നിത്യത വരെ, ദാറ്റ് മീൻസ് ഫ്രം എറ്റേണിറ്റി ടു എറ്റേണിറ്റി, ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി. അതാണ് നിത്യത മുതൽ നിത്യത വരെ എന്ന പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. നിത്യത എന്ന പദപ്രയോഗം നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ പോസ്റ്റിൽ കൊണ്ടൊട്ടിക്കാറുണ്ട് നിത്യതയിൽ എന്ന് പറഞ്ഞ്, അല്ലേ? എന്താണ് സാധനമെന്ന് നമുക്ക് അറിയാമോ എന്നറിയത്തില്ല. മരിച്ചുപോയി അയക്കം പടിയുണ്ടെന്ന് അറിയത്തില്ല. എന്തോ സംഭവം, ആ സാധനമാണോ? ഓക്കെ, റൈറ്റ്. പിശാചിൻ്റെ പോരാട്ടമാണോ എന്നങ്ങനെ നോക്കിയതാ, അല്ലേ? ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. ഒരു ഡിസ്റ്റർബൻസ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇറ്റേണിറ്റി ടു എറ്റേണിറ്റി, അല്ലേ? നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. നിത്യത എന്ന് പറഞ്ഞാൽ ഒരു സമയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. സമയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സ്ക്രീൻ കൂടെ വേണമെങ്കിൽ കണ്ടോണം കേട്ടോ. അതിൽ ഞാൻ കുറേശ്ശെ കാണിച്ചും സംസാരിച്ചും പോവുകയാണ്. സോ അങ്ങനെ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കവും വരത്തില്ല. അങ്ങനെ രണ്ട് ഉപയോഗമാണ് നമ്മുടെ സ്ക്രീൻ, അതിനാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, സമയം എന്ന് പറഞ്ഞാൽ സമയം ബേസ് ചെയ്തിട്ടാണ് നിത്യത എന്ന പദപ്രയോഗം സമയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്, അല്ലാതെ സ്ഥലത്തെക്കുറിച്ചല്ല. നിത്യതയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഇൻഡിക്കേറ്റിംഗ് എ പ്ലേസ്, ബട്ട് സമയം അതൊരു സമയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. സമയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഒരു ഗൗരവമേറിയ ചിന്തയാണ്. പണ്ട് സമയത്തെ സൂചിപ്പിക്കാൻ ഇതുപോലത്തെ ഒരു സാധനമാണ് ഉപയോഗിച്ചിരുന്നത്. അവർ ഗ്ലാസ് എന്ന് പറയും. ഓരോ അവറിൽ ഇതിനെ മറിച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഹാഫ് ആൻ അവറിൽ ഇതിനെ മറിച്ച് വെച്ച് കൊടുക്കണം. ഇത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്, അല്ലേ? ഇത് ഇന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സമയം പോകത്തില്ലായിരുന്നു. നമ്മൾ മനസ്സിലുണ്ടോ, അല്ലേ? നമ്മുടെ പലരുടെയും വീട്ടിലിരിക്കുന്ന ക്ലോക്കിൽ ബാറ്ററി പോലും നമ്മൾ മാറ്റാതെ ചത്തിരിക്കുന്ന ക്ലോക്ക് എല്ലാ വീട്ടിലും ഒരെണ്ണമെങ്കിലും കാണും, അല്ലേ? പിന്നെ 4 ക്ലോക്ക് ഉള്ളതിൽ 4 മിക്കവാറും 4 സമയമായിരിക്കും കാണിക്കുന്നത്. വീട്ടിൽ 4 പേരെ പോലെ തന്നെയാണ് ക്ലോക്കും എന്ന കാര്യമാണ്, അല്ലേ? സമയം അങ്ങനെ തന്നെയാണ്, റൈറ്റ്? അപ്പോൾ സമയം എന്ന് പറയുന്നത് നോക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ഈ അവർ ഗ്ലാസ് ആണ്. പിന്നീട് അത് നമുക്ക് ഘടികാരമായിട്ടൊക്കെ വന്നു. സമയത്തിന് 2 പദങ്ങളാണ് ബൈബിളിൽ ഉപയോഗിക്കുന്നത്. സമയത്തെ സൂചിപ്പിക്കാൻ ബൈബിളിൽ 2 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് കൈറോസ്, 2 ക്രോണോസ്. കൈറോസ് ആൻഡ് ക്രോണോസ്. കൈറോസ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തെ കുറിക്കുകയാണ്, അല്ലേ? എന്താ പറയുക, മോഡി കാലഘട്ടം, മോഡി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം, പിണറായി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം, അല്ലേ? ഇങ്ങനെ കാലഘട്ടം. നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടം, അല്ലെ? കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടം, വിവാഹത്തിന് മുമ്പ് ഒരു കാലഘട്ടം, വിവാഹത്തിന് ശേഷം ഒരു കാലഘട്ടം, അല്ലേ? അസംബ്ലീസ് ഓഫ് ഗോഡ് പൊക്കോണ്ടിരുന്ന കാലഘട്ടം, IPC പൊക്കോണ്ടിരുന്ന കാലഘട്ടം, ഷാരോണി പൊക്കോണ്ടിരുന്ന കാലഘട്ടം, പിന്നെ എങ്ങും പോവാതെ വീട്ടിൽ ഇരുന്ന കാലഘട്ടം, അല്ലേ? ഇങ്ങനെയൊക്കെ പറയും പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. നിങ്ങളൊരു വിഷമൊന്നും വിചാരിക്കണ്ട, റൈറ്റ്? അങ്ങനെ കാലഘട്ടങ്ങൾ, റൈറ്റ്? അതിന് കാലഘട്ടം, ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നതാണ് കൈറോസ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിലെ സമയമാണ്, ദ സെക്കൻഡ്സ്. സെക്കൻഡിനെ പിന്നെ നിങ്ങൾക്ക് മുറിച്ച് ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയാം നമുക്ക്. അത് നമ്മൾ സെക്കൻഡ് ആക്കാം, സെക്കൻഡ്, അല്ലേ? 60 സെക്കൻഡുകൾ ചേരുന്ന 1 മിനിറ്റും 60 മിനിറ്റുകൾ ചേരുന്ന 1 മണിക്കൂറും 24 മണിക്കൂറുകൾ ചേരുന്ന 1 ദിവസവും 7 ദിവസങ്ങൾ ചേരുന്ന 1 ആഴ്ചയും 4 ആഴ്ചകൾ ചേരുന്ന 1 മാസവും 12 മാസം ചേരുന്ന 1 വർഷവും ആകുമ്പോൾ കൈറോസ് ആയി. കണ്ടോ? കുറേശ്ശെ ചേർന്നിട്ട് കൈറോസ്. ഇത് രണ്ടും ചേർന്ന് വരുന്ന ബൈബിൾ വാക്യമാണ്. ഒന്ന് എഫെസ്യർ 5:16, ഇത് ദുഷ്കാലമാകയാൽ. കണ്ടോ? ഈ കാലഘട്ടം മോശമാകയാൽ നിങ്ങളുടെ സെക്കൻഡ്സ്, നിങ്ങളുടെ സമയം സൂക്ഷിച്ചുപയോഗിക്കണം. ദിസ് കൈറോസ് ഈസ് പെരിലസ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്രോണോസ് സൂക്ഷിച്ചുപയോഗിക്കണം. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലേ? ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി തരാറുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അനൗൺസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവർ പറയാറുണ്ട്. ഏതായാലും വിമാനം മുകളിൽ നിൽക്കുമ്പോൾ എൻജിൻ തകരാറുണ്ടായാൽ അവർ അനൗൺസ് ചെയ്യും, 1/2 മണിക്കൂറിനകം വാഹനം അപകടത്തിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് പോകാൻ പോവുകയാണ്, റൈറ്റ്? അനൗൺസ് ചെയ്യുന്നത് മുതൽ വണ്ടി വെള്ളത്തിൽ പോകുന്നത് വരെയുള്ള സമയമാണ് കഷ്ടകാലം എന്ന് പറയുന്നത്. അതിൽ ഓരോ സെക്കൻഡ് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാം, വെള്ളത്തിനടി പോവും. ടോയ്ലറ്റിനകത്ത് കയറി അടച്ചു വെച്ചുകൊണ്ടിരിക്കാം, വെള്ളത്തിൽ പോവും. അവിടെ ഇരുന്ന് തീരുമാനമെടുക്കാം, ഞാൻ മര്യാദയ്ക്ക് താഴെ ഇറങ്ങുകയാണെങ്കിൽ 7 ദിവസത്തെ കൺവെൻഷൻ എൻ്റെ സ്വന്തം ചിലവിൽ നടത്തും. ആൾക്കാർ അങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്. വണ്ടി മര്യാദയ്ക്ക് താഴെ ഇറങ്ങുമ്പം നമ്മൾ 7 എന്നുള്ളത് 5 ആക്കും, അല്ലേ? പിന്നെ 2 ദിവസം ആക്കും. പിന്നെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ദിവസനെ വിളിച്ച് നമ്മൾ നേർച്ച കോഴിയാക്കാറുണ്ട്, ഇല്ലേ? കേട്ടില്ലേ നിങ്ങളെ? ഒന്നും അറിയാത്തോലെ മിണ്ടാതിരിക്കുകയാണ്, അല്ലേ? പനി പിടിച്ച് ചാക കിടക്കുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കും, ഞാൻ സുഖമായിട്ട് വീട്ടിൽ വന്നാൽ പാസ്റ്റർക്ക് ഒരു കാർ മേടിച്ചു കൊടുക്കും,
അല്ലേ? സുഖമായിട്ട് വീട്ടിൽ വരുമ്പോൾ ഒരു കാറെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അല്ലേ? പിന്നെ അതിങ്ങ് താഴെ, ബാക്കിയല്ല നിങ്ങൾക്ക് അറിയാം, ഞാനത് പറയേണ്ട കാര്യമില്ല, അല്ലേ? സ്തോത്രം. അപ്പോൾ ദുഷ്കാലം, ഇത് ദുഷ്കാലമാണ്, പെരിലസ് ടൈം. ആകെ പ്രശ്നമുള്ള, നമുക്കറിയാം എല്ലാ സ്ഥലത്തിലും, സഭാതലത്തിലായാലും എല്ലായിടത്തും ഇത് പ്രശ്നമുള്ള സമയമാണ്. നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ആരും ഗുണം പിടിപ്പിക്കാൻ നിൽക്കരുത്, ആരും ഗുണം പിടിക്കത്തൊന്നുമില്ല, അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്, അല്ലെ? ഭാര്യയും ഗുണം പിടിപ്പിക്കാൻ നിൽക്കരുത്, ഭർത്താവിനെയും ഗുണം പിടിപ്പിക്കാൻ നിൽക്കരുത്, മക്കളെയും ഗുണം പിടിക്കരുത്. ആരും ഗുണം അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ഗുണം പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചുകൊള്ളുക, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടുകൊള്ളുക. എല്ലാവരും കൂടെ വാരി പിടിച്ചുകൊണ്ട് പോകാമെന്നൊന്നും വിചാരിക്കരുത്, അങ്ങനെ ടെൻഡർ എടുക്കുകയൊന്നും ചെയ്യരുത്. അത് നമുക്ക് പോകാൻ പറ്റുന്നതാവും. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നു എന്ന് ഞാൻ കരുതി പറയുകയാണ്. ക്രിസ്തു തന്നെ ക്രൂശിലേക്ക് പോകുമ്പം 12 പേരും 14 വരിക്കാണ് പോയത്, മനസ്സിലുണ്ടോ? അതാണ് എൻ്റെ രീതി. അപ്പം അതുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പല വഴിക്ക് പോവും. എല്ലാത്തിനോട് ഒരുമിച്ച് കൊണ്ടുപോകാമെന്നൊന്നും വിചാരിക്കരുത്. പ്രസംഗിക്കുക, പറഞ്ഞു കൊടുക്കുക, സ്തോത്രം, നിങ്ങൾ ഒരുങ്ങിക്കൊടുക്കുക. ആരും ഒരുക്കാൻ, അതെനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ ഒരിക്കൽ ഏതോ ഒരു എയർ ഇന്ത്യ ആണെന്ന് തോന്നുന്നു, ഒരു ഫ്ലൈറ്റിൽ കയറുമ്പോൾ അതിനകത്ത്, ഇപ്പോൾ എയർ ഇന്ത്യയിലൊക്കെ അതൊക്കെ പറയുന്നത് കേൾക്കാറില്ല, പണ്ട് ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ഫ്ലൈറ്റിലെ കാര്യമാണ്, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ട്, ലൈഫ് ജാക്കറ്റ്. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ലൈഫ് ജാക്കറ്റ്സ് നിങ്ങളുടെ സീറ്റിൻ്റെ അടിയിലുണ്ട്. നിങ്ങൾ ആദ്യം ധരിക്കണം, എന്നിട്ടാണ് നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്ക് ഇട്ടുകൊടുക്കാൻ. കാരണം മലയാളിക്ക് വേണ്ടി വന്ന ഏതോ ഫ്ലൈറ്റിലാണത് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളാണെങ്കിൽ ആദ്യം മക്കൾക്ക് ഇട്ടുകൊടുക്കും, മക്കൾക്ക് ഇട്ടുകൊടുക്കും, പിന്നെ ഉമ്മ വെക്കും, പിന്നെ കരയും, അല്ലേ? പിന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഓരോ സെൻറ്റിയൊക്കെ അടിച്ച് നമ്മളിങ്ങനെ ഇരിക്കും. വെള്ളത്തിൽ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചങ്ങ് പോകും, അല്ലേ? അതുകൊണ്ട് ആദ്യം രക്ഷപ്പെടുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള കവചം ആദ്യം നമ്മൾ ധരിക്കണം. ആദ്യം അവനവൻ്റെ കാര്യം നോക്കണം, പിന്നെ സൗകര്യം ഉണ്ടെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നോക്കണം, പിന്നെ സൗകര്യം ഉണ്ടെങ്കിൽ മക്കളുടെ നോക്കണം, പിന്നെ അങ്ങനെ പോയാൽ മതി. ഇതെല്ലാവരുടേത് നോക്കണതും നമ്മുടേതാണ് സുരക്ഷിതത്വം വരുത്തേണ്ടത്. ഇത് ഓരോരുത്തരും അവനവൻ്റെ സുരക്ഷിതത്വം വരുത്തിക്കോണം. അല്ല നാട്ടുകാരെല്ലാവരെയും കൊണ്ടുപോയിട്ട് നമുക്ക് പോകാൻ പറ്റാതായി പോവരുത്, മനസ്സിലാകുന്നുണ്ടോ? ആരും ഗുണം പിടിക്കുന്നില്ലെന്നും വെച്ച് ടെൻഷൻ പിടിക്കുകയും ചെയ്യരുത്. ഒരുപാട് പേര് ഗുണം പിടിച്ചെന്നും വെച്ചിട്ട് സന്തോഷിക്കുകയും വേണ്ട. അതൊക്കെ അപ് ടു ദം, മനസ്സിലാണ്ടോ? പറയുക, പറഞ്ഞു കൊടുക്കുക, ഒരുങ്ങാൻ സഹായിക്കുക. നമ്മൾ ഒരുങ്ങി നിന്ന് വേണം കാര്യം ചെയ്യാൻ. അതാ വചനം പറയുന്നത്, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. ഒരുങ്ങി നിന്നിട്ട് വചനം പ്രസംഗിക്കാനാ പൗലോസ് പറയുന്നത്. സമയത്തിലും അസമയത്തിലും. ഇനിയിപ്പോൾ ഡിസംബറിലേക്ക് കർത്താവ് വരാൻ സാധ്യതയില്ല എന്നൊന്നും വിചാരിക്കരുത്, അല്ലെ? മഞ്ഞുകാലമൊക്കെ ആയതുകൊണ്ട് വരാൻ സാധ്യത ഒന്നും വിചാരിക്കരുത്, അല്ലേ? ആൾക്കാരെല്ലാം ബന്ധുക്കടെയൊക്കെ വീട്ടിലൊക്കെ പോയിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കർത്താവ് വരാല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. സമയത്തിലും അസമയത്തിലും, സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ, അറ്റ് എനി ടൈം വി ക്യാൻ എക്സ്പെക്ട്, അല്ലേ? പ്രതീക്ഷിക്കാൻ പറ്റുന്നുള്ളത് എനിക്ക് തോന്നി ഇപ്പോഴാണ്. കാരണം ഒരു ചർച്ചിലും അങ്ങനെ കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ച് ആരും അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. എല്ലാവരും ഇപ്പോൾ ചാടി പിടിച്ച് ബഹളം വെച്ചുകൊണ്ട് നിൽക്കുന്നത്, അല്ലേ? അത് കിട്ടണം, ഇത് കിട്ടണം, വീട് കിട്ടണം, കാറ് കിട്ടണം, പിന്നെ എന്താ പറയുക, അഡ്മിഷൻ കിട്ടണം, അല്ലേ? ജോലി കിട്ടണം, കല്യാണം കഴിക്കണം, അമേരിക്കയിൽ പോകണം, വീസ അടിക്കണം, ഇങ്ങനെ പ്രാർത്ഥനയോട് പ്രാർത്ഥന. അതിൻ്റെ ഉപവാസ പ്രാർത്ഥനകളാണ് ഇപ്പോൾ നടക്കുന്നതും. എണ്ണം പിടിക്കാനുള്ള ഉപവാസ പ്രാർത്ഥന എവിടെയെങ്കിലും നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ട് ദൈവാസന്മാർ തലയൊക്കെ വെച്ച് ഗുണം പിടിച്ചോളാനാണ് പറയുന്നത്. ഇപ്പം അങ്ങനെയല്ല പറയുന്നത്, നിനക്ക് വേണ്ടി വിസ വരാൻ പോവാണ്, അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ദൈവാസൻ ചോദിക്കുന്ന കേട്ടു, ദൈവാസനാണോ അതോ അതിൻ്റെ പേരും പറഞ്ഞ് അങ്ങനെ നടക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഒരു പെങ്കൊച്ചിൻ്റെ അടുത്ത് പറയാം, പാസ്പോർട്ട് ഇങ്ങോട്ട് തരാൻ. അവൾ മീറ്റിങ്ങിന് പോകുന്നിടത്ത് പാസ്പോർട്ട് കൊണ്ടുവച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പാസ്പോർട്ട് വാങ്ങിച്ച് മേശയിൽ വെച്ചിട്ട് പറയുകയാണ്, എവിടത്തേക്കാണ് വേണ്ടത്, എവിടത്തേക്ക് അടിക്കണം, അങ്ങനെ അടിക്കുകയാണ്, അല്ലേ? അയാൾ ആശുപത്രി കൊണ്ട് കാണിക്കേണ്ടതാണ്. അവിടെ കിടക്കുന്ന ജനം മുഴുവൻ തുള്ളിച്ചാടുകയാണ്, അല്ലേ? കുവൈറ്റിന് വേണോ, എവിടെ വേണോ ചോദിച്ചാൽ അയാൾ അടിക്കുകയാണ്. അയാൾ ഇങ്ങനെ അടിക്കുക, നടക്കുന്ന ഇടപാടാണോ? അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത, ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാത്ത മാനസിക രോഗികളായ വിശ്വാസികൾ, അല്ലേ? അതിനാണ് വചനം പറയുന്നത്, എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും തലയിൽ കയറാത്ത പെണ്ണുങ്ങളെന്ന് പറയും. അത് സ്ത്രീകളെ കുറിച്ചല്ല പറയുന്നത്, മീശ വെച്ചവരും അതിനകത്ത് ഉൾപ്പെടും. ഞാൻ പറയും, മനസ്സിലാണ്ട? പല പ്രാവശ്യം കേട്ടിട്ടും തലയിൽ കയറാത്ത ടീമിനെയാണ് ആ പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും ഒരു കൂട്ടം സ്ത്രീകളെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിക്കരുത്. എത്ര പറഞ്ഞാലും തലയിൽ കയറാത്ത ആണും പെണ്ണും ഉണ്ടാകും. എല്ലാ സൈസിനും കൂടെ ചേർത്തിട്ട് പൗലോസ് അടിച്ച വാക്കാണ് പെണ്ണുങ്ങൾ. പറഞ്ഞ തലയിൽ കയറുന്ന സഹോദരിമാരുണ്ട്, അതിന് പൗലോസ് പറയുന്നുണ്ട് മാന്യ സഹോദരി. അപ്പോൾ പദപ്രയോഗങ്ങളുണ്ടോ? അങ്ങനെ വളരെ പ്രധാനമുണ്ട്. സ്വത്രം ചിലർക്ക് അത്ഭുതങ്ങൾ കാണുകയാണ് വിഷയം. അത്ഭുതം അതിശയം ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. അക്കരെ നാട്ടിൽ ചെന്ന് പറ്റണം എന്നുള്ളതാണ് വിഷയം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം, തക്കത്തിൽ ഉപയോഗിക്കണം. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ, അന്ത്യകാലത്ത് ദുർഘട സമയം. 2 പദപ്രയോഗം കണ്ടോ? അന്ത്യകാലം, ദ പെരിലസ് ടൈം, ദ കൈരോസ്. പ്രശ്നമുള്ളതാണ്. നിങ്ങളുടെ ക്രോണോസ് കണ്ടോ? ദുർഘട സമയം വരുമെന്നറിയുക. എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യർ സ്വസ്നേഹികളാകും, ദ്രവ്യാഗ്രഹികളാകും. ആ ഭാഗത്തേക്ക് ഞാൻ തൽക്കാലം ഇപ്പോൾ പോകുന്നില്ല. സമയം എന്ന് പറഞ്ഞാൽ
സ്തോത്രം. ഇക്കാണുന്നത് സൂര്യനാണ്. കാണാവോ എന്നറിയില്ല. കാണാം അല്ലേ? സ്തോത്രം. ഇക്കാണുന്നത് ഭൂമിയാണ്. ഭൂമിയും സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈം ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. ഭൂമി ഇങ്ങനെ കറങ്ങുന്ന ഒരു കറക്കത്തിനെ നമ്മൾ ഒരു കൊല്ലം എന്ന് വിളിക്കും. ഒരു ദിവസം എന്ന് വിളിക്കും. ഭൂമി ഇങ്ങനെ കറങ്ങുന്ന ഒരു കറക്കത്തിന് ഒരു കൊല്ലം എന്ന് വിളിക്കും. കണ്ടോ? ഇങ്ങനെ ഒരു കറക്കം കറങ്ങി. ഇന്നലെ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞ് പോയതിന് ശേഷം പുള്ളി ഇങ്ങനെ ഒരു കറക്കം കറങ്ങി. അതിനുശേഷം നമ്മൾ വന്നേ. മനസ്സിലായോ? ഭൂമി ഇങ്ങനെ കറങ്ങി 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 ഭൂമി സൂര്യന്റെ ചുറ്റും ബലം വെക്കുകയാണ്. ഇങ്ങനെ ഒരു കറക്കം കറങ്ങി വരുന്നതിന്റെ ആണ് നമ്മളിനി ഒരു 5-10 ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മൾ ഒരു രാത്രി നമ്മൾ ഉറക്കളച്ചിരിക്കും. എന്താണ് പരിപാടി? ചുമ്മാ സാക്ഷി പറഞ്ഞാലാണ് പരിപാടി അല്ലേ? എല്ലാവരും സാക്ഷി പറയും. അതായിരുന്നു, ഇതായിരുന്നു, ജനുവരിയിൽ ഇങ്ങനായിരുന്നു, ഫെബ്രുവരിയിൽ അങ്ങനായിരുന്നു അല്ലേ, സൈക്കിളിൽ നിന്ന് വീണു, മുട്ട് തല്ലി, അങ്ങനെ പ്രശ്നം ഉണ്ടായി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ വെറുതെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിന് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പണ്ടൊരിക്കൽ ഒരിടത്ത്, എനിക്കിത് വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമല്ല ഈ രാത്രി ഉറക്കളച്ചിരുന്നിട്ട് കർത്താവിനെ പരിഹസിക്കുന്ന ഒരു പരിപാടി. എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. എങ്കിലും നമ്മൾ ചർച്ച പാസ്സായിട്ട് ചെയ്തേ പറ്റത്തില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ചർച്ചയിൽ എല്ലാവരും കൂടെ ബഹളം വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന അർത്ഥം, ഞാൻ ഒരു സ്ഥലത്ത് ആയിപ്പോയി. ഒരിക്കൽ രാത്രിയിൽ ഞാനൊരു സ്ഥലത്തായിപ്പോയി. അപ്പോൾ അവരുടെ ചർച്ചിൻ്റെ മുകളിൽ ഞാൻ താമസിക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ എന്നെ പാസ്റ്റർ വന്നിട്ട് നിർബന്ധമായി വന്നേ പറ്റുള്ളൂ. 1-ാം തീയതി തൊട്ട് അവിടെ ചർച്ചിൽ പ്രസംഗിക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ താഴെ ചെന്ന് കുറേ നേരം ഇരുന്നു. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ട്. സ്വതന്ത്രം. പിന്നെ ഇവരുടെ സാക്ഷി കേൾക്കുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഒരു ആൻറ്റി അടിച്ച് സാക്ഷി പറയുകയാണ്, എൻ്റെ ഭർത്താവിന് ജനുവരി മാസത്തിൽ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. എൻ്റെ മറ്റേ തട്ടിൻ്റെ മേളിൽ നിന്ന് വന്ന് വീണു പുള്ളി അല്ലേ. മേസ്തിരി പണി ചെയ്യുന്ന ആളായിരുന്നു. എൻ്റെ മണ്ടയ്ക്കൊന്നും പുള്ളി താഴെ പോന്നു. അങ്ങനെ താഴെ വീണു. പുള്ളിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പുള്ളി ദൈവം വിടുവിച്ചു. അതാണ് സിമ്പിൾ. ഓക്കെ. പിന്നെ പുള്ളിയുടെ മക്കൾ അതേ സാക്ഷ്യം പറഞ്ഞു. പുള്ളി എഴുന്നേറ്റ് അതേ സാക്ഷ്യം പറഞ്ഞു. പാസ്റ്റർ അതേ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചാരത്തിൽ നിന്ന് വീഴാതിരുന്നെങ്കിൽ കുറേ സാക്ഷി കുറഞ്ഞാനേ അല്ലേ എന്തെങ്കിലും ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും പിന്നെ ഞാൻ ചുമ്മാ വെറുതെ കാട് കയറി ഇങ്ങനെ ചിന്തിച്ചു. വെറുതെ ഇരിക്കുകയല്ലോ, എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലോ. അങ്ങനെ ചിന്തിച്ചു. അപ്പം ഞാൻ ചിന്തിച്ച ഇതാണ്, ഇങ്ങനെ പിന്നെ ഇതിൻ്റെ മണ്ടേ കയറി, തട്ടിൻ്റെ മണ്ടേ കയറി താഴെ വീണു, ഇയാൾ ചത്തുപോയെങ്കിലോ? ജനുവരി മാസത്തിൽ പാവപ്പെട്ടു ചത്തുപോയെന്നിരിക്കട്ടെ. ഫെബ്രുവരി ആയി, മാർച്ചായി, ഏപ്രിലായി, മെയ് ആയി, ജൂണായി, ജൂലൈ ആയി, ആൻറ്റി വേറെ കല്യാണം കഴിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ ഡിസംബറിൽ എന്തായിരിക്കും സാക്ഷി പറയുക? കഴിഞ്ഞ ആണ്ട്രതയ്ക്ക് വന്നപ്പോൾ കൊണ്ടുവന്നതിനേക്കാൾ ഈ പ്രാവശ്യം കൂടെ വന്നത് ദൈവം തന്നതാണെന്ന് പറയാനല്ലേ സാധ്യത? ഉറപ്പാണ്. ദൈവം ഈ വർഷം എന്നെ അനുഗ്രഹിച്ചു എന്ന് തന്നെയാണ് അവർ സാക്ഷി പറയാൻ സാധ്യത. പിന്നെ കാലങ്ങളിൽ അത് സാക്ഷി പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഇത് കൊല്ലം ഞാൻ പറഞ്ഞു, ചത്തവൻ്റെ കാര്യം പോയി. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം. ഇതാണ് നമ്മൾ ഓരോ കൊല്ലം ചെന്ന് സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കൊല്ലം നമ്മളില്ലാതെ ബാക്കിയുള്ളൊരു സാക്ഷി പറയും. ഇത് മറക്കരുത്. മനസ്സിലുണ്ടോ? അതുകൊണ്ട് ബുക്ക് പേപ്പറും തയ്യാറാക്കി വെച്ചോണം. സ്തോത്രം. തയ്യാറാക്കി വെച്ചോണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഒരുപാട് കൊല്ലം എണ്ണി പോവാന്ന് വിചാരിക്കരുത് അല്ലേ. ഒരു കറക്കി വരുമ്പോൾ നമുക്ക് വയസ്സൊന്ന്, ഒരു ഓണം കൂടി ഉണ്ണുന്നു, പിന്നെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നു അല്ലേ. പിന്നെ നമ്മൾ ഒരു കൊല്ലം കൂടി കർത്താവ് എനിക്ക് തന്നതിനായി സ്തോത്രം പറയുന്നു. ജീവനുള്ളവരുടെ നാട്ടിൽ ഒരു കൊല്ലം കൂടെ ഇരിക്കാൻ പറ്റിയെന്ന് സാക്ഷി പറയും. നമ്മൾ പോകുന്ന ചത്തവൻ്റെ സ്ഥലത്താണ്, മരണം ഇല്ലാത്ത സ്ഥലത്താണ് പോകുന്നതെന്നാണ് നമ്മൾ നാഴിക്ക് 40 വട്ടം പറയുന്നത്. പക്ഷേ സാക്ഷി പറയും എന്തായാലും പറയും അല്ലേ. സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നല്ലേ നമ്മൾ പരിപാടി. വാസ്തവത്തിൽ ദൈവമക്കളാണെങ്കിൽ എന്തായിരിക്കും സാക്ഷി പറയുക? ആണ്ടറതിക്ക് എന്തായിരിക്കും സാക്ഷി പറയുക? ദൈവാസനെ എന്തായിരിക്കും പറയുക? കർത്താവ് നല്ലവനും വല്ലവനുമായിരുന്നു, വരാമെന്ന ആപത്തിനകത്ത് നിങ്ങൾ വിടും. ഇത് തന്നെ നമ്മൾ പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമ്മൾ എന്തോ പറയും അല്ലേ. നിങ്ങൾ ചിന്തിക്കൂ, നമ്മളൊരു കല്യാണ പെണ്ണാണെന്ന് വെച്ചോട്ടെ അല്ലേ. ചെറുക്കൻ അമേരിക്കയിലാണ് അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും ആണ്, ചെറുക്കന് വരാൻ കഴിയുന്നില്ല, അതുകൊണ്ട് കല്യാണം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പെങ്കൊച്ച് 2 കൊല്ലം മാറ്റി വെച്ചു വന്നിരിക്കട്ടെ. ചെറുക്കന് വരാൻ പറ്റാത്തത് കൊണ്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം 2025 നടന്നില്ല അല്ലേ. അവൾ 2025 ആണ്ടറതിക്ക് അവൾ എഴുന്നേറ്റിട്ട് സാക്ഷി പറയുകയാണ്, കർത്താവ് എന്നോട് കരുണ കാണിച്ചു, ഈ വർഷവും എനിക്ക് അപ്പൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്ന് സന്തോഷത്തോടെ ഒരു പെണ്ണ് സാക്ഷ്യം പറയുമെങ്കിൽ അതിൻ്റെ അർത്ഥം അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. അങ്ങനെ ചെറുക്കൻ അറിഞ്ഞാൽ, ഈ പെണ്ണ് രാത്രിയിൽ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു എന്ന് ചെറുക്കൻ അറിഞ്ഞാൽ, ഇവള് രാവിലെ എഴുന്നേറ്റിട്ട് ചെറുക്കൻ്റെ അടുത്ത് ഹാപ്പി ന്യൂ ഇയർ പറയുമ്പോൾ ചെറുക്കൻ എന്തായിരിക്കും തിരിച്ചു പറയുക? ആണത്തമുള്ള ചെറുക്കനാണെങ്കിൽ അന്ന് ആ കേസ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മുടെ കർത്താവ് ഇന്ന് വരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല.
നമ്മൾ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അറിഞ്ഞും കൊണ്ട് നമ്മൾ ഈ കല്യാണ ഇതിലേക്ക് ചെന്ന് കയറൂല. ആരെങ്കിലും നമ്മളെ തൂക്കിയെടുത്തോണ്ട് കയറ്റുന്നല്ലാതെ ഈ കല്യാണ പെണ്ണായ ഞാനും നിങ്ങളും അറിഞ്ഞുകൊണ്ട് വേദിയിൽ കയറില്ല. ശരിയല്ലേ? ഏത് കൊല്ലം അങ്ങ് പോകാനാണ് ഇഷ്ടം നിങ്ങൾക്ക്? ഏത് കൊല്ലം അങ്ങോട്ട് പോകാനാണ് ഇഷ്ടം? അങ്ങനെ ഇഷ്ടമില്ല. വല്ലതും പിടിയിടുന്നുണ്ട്. എല്ലാവരുമാര് കഷായം കുടിച്ച പോലെ ഇരിക്കുകയാണ്. ദേഷ്യം പിടിച്ചിരിക്കുകയാണ് നിങ്ങളൊക്കെ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുന്നുണ്ടോ? സ്റ്റോപ്പ്. അപ്പൊ ഈ കറക്കം ഒരുപാട് കൊല്ലം കിട്ടുമെന്ന് വിചാരിക്കരുത്. അപ്പൊ നമ്മൾ നമ്മുടെ നാളുകളെ എണ്ണണം. ചുമ്മാതിരിക്കുമ്പോൾ നമ്മുടെ നാളുകളെ എണ്ണണം. നമ്മുടെ ദിവസങ്ങളെ ഒന്ന് എണ്ണി നോക്കണം. വെറുതെ ഇരിക്കുമ്പോൾ എണ്ണി നോക്കണം, ഇനി എത്ര കാലം ജീവിക്കാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? ജസ്റ്റ് മേക്ക് എ കാൽക്കുലേഷൻ. ഒരു കണക്കുമില്ലാതെ ജീവിക്കരുത്. എന്നും നേരം വെളുക്കുമെന്ന് വിചാരിക്കരുത്. എല്ലാ വർഷവും മാറി മാറി ഇവിടെ ഇരിക്കാന്ന് വിചാരിക്കരുത്. എല്ലാ കൊല്ലവും വാഗ്ദത്ത വചനം കിട്ടുമെന്നും വിചാരിക്കരുത്. നമുക്ക് കിട്ടുന്ന വാഗ്ദത്ത വചനം എന്തൊക്കെയാണ്? വാലല്ല തലയാക്കും. ഭയങ്കര സംഭവങ്ങളാണ് കിട്ടുന്നത്. ശരിയല്ലേ? സ്തോത്രം. പണ്ട് ഞങ്ങൾ TPM പോയിക്കൊണ്ടിരുന്നത് വളരെ വർഷങ്ങൾക്ക് ചെറുപ്പത്തിൽ. അപ്പം അന്ന് ഇതിങ്ങനെ ചുരുട്ടിയിടും, ഒരു വാക്യം ചുരുട്ടിയിടും. അപ്പം ഞങ്ങളൊക്കെ ചെന്നത് എടുത്ത് നോക്കിയിട്ട് കൊള്ളത്ത വചനമാണ് തിരിച്ചിട്ട് വേറെ എടുക്കും. നിങ്ങളും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. നമ്മളെല്ലാം മലയാളികളല്ലേ, ഉടായ്പ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിയാം അല്ലേ? ചില വാക്യം തീരെ മോശമായിരിക്കും, അത് നമ്മൾ കളഞ്ഞിട്ട് കൊള്ളാന്നുള്ള എടുക്കും. സ്തോത്രം. ദൈവമക്കളെ, ഇതൊന്നും കൊണ്ട് കർത്താവിനെ പറ്റിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഗുണവും ഇല്ല. ബൈബിളിലുള്ള എല്ലാം നമുക്കുള്ള വാഗ്ദത്തം തന്നെയാണ്. അത് സൂക്ഷിച്ച് വായിച്ച് നേരെ ചൊവ്വേ നടക്കുന്നവർക്കാണ് ഗുണം. അല്ല ചുമ്മാ ഇത് മേടിച്ച് കക്ഷത്ത് വെച്ച് നടക്കുന്നവർക്കൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. അപ്പോൾ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു കറക്കം നമുക്ക് 1 വയസ്സ്, രണ്ടാം കറക്കം 2 വയസ്സ്, 50 കറക്കം 50 വയസ്സ്, 60 കറക്കം 60 വയസ്സ്, 100 കറക്കം ചിലപ്പോഴേ കിട്ടുള്ളൂ. അച്യുതാനന്ദന് കിട്ടി. അത് തെറ്റിപ്പോയതാണെന്ന് അറിഞ്ഞൂടാ. അല്ല, പുള്ളി കണക്കറിഞ്ഞൂടാ. അത് തെറ്റിപ്പോയി 102 എന്നൊക്കെ പറയുന്നതാണോ അതോ ഉള്ളത് തരുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ആയിക്കൊണ്ടോട്ടെ അല്ലേ? മൂപ്പര് 102 കവർ ചെയ്തു. കരുണാകരൻ 93 പോയുള്ളൂ. ബാക്കി എല്ലാവരും അതിൻ്റെ താഴോട്ടേ പോയുള്ളൂ. എന്താ കാര്യം? അങ്ങനെ പോവുള്ളൂ. അപ്പോൾ എത്രയും വേഗം നമ്മുടെ കറക്കം തീരുമെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മളിങ്ങനെ പാഞ്ഞ് പൊക്കോണ്ടിരിക്കുക. എങ്ങോട്ട് പോവുകയാണ്? പെട്ടിയുടെ അടുക്കലേക്ക് പൊക്കോണ്ടിരിക്കുക. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോടേറ്റമാടുത്തായതേ നീ അല്ലേ? ആനന്ദം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പേടിയുണ്ടെങ്കിൽ പ്രശ്നമാണ്. ദൈവമക്കൾക്ക് ഭയങ്കര ആനന്ദമാണ്. ഇന്നലേക്കാൾ ഇന്ന് ഞാൻ കൂടുതൽ അടുത്തിരിക്കുന്നു അല്ലേ? ഈ ശരീരം കൂടി വിട്ടു കഴിഞ്ഞെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. അങ്ങനെ ആവേശമുള്ളവരുണ്ട്. സ്തോത്രം. ശരീരം അവർക്ക് ആകെയുള്ളൊരു ബാരിയർ ശരീരമാണ്. ഇതങ്ങോട്ട് കളഞ്ഞിട്ട് പോകണം. അതാ പൗലോസ് പറയുന്ന കൂടാരമാകുന്നതിൻ്റെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത ദൈവത്തിന്റെ ദാനമായ നിത്യമായ ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഐ ഹാവ് പെർസീവ്ഡ് വിത്ത് മൈ സെൻസസ്. ഞാൻ പോയി കണ്ടിരിക്കുന്നു. എൻ്റെ സെൻസുകൾ സെൻസ് ചെയ്തിരിക്കുന്നു. എനിക്ക് കെട്ടിടം സ്വർഗത്തിലുണ്ട്. സ്വത്രം. അതുകൊണ്ട് ഞാനിത് അഴിച്ചു കളയും. ഞാനിതിൽ ഞരങ്ങിക്കൊണ്ട് ജീവിക്കുകയാണ്. എന്തിനാണ്? മർത്യമായത് മാറിയിട്ട് ആ സ്വർഗീയമായത് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഞരങ്ങിക്കൊണ്ട് ജീവിക്കുകയാണ്. സ്തോത്രം. എത്ര മനോഹരം നോക്കിയേ. അപ്പോൾ ഈ ശരീരത്തിൽ നമ്മൾ ഇങ്ങനെ ഇതിലാക്കാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എത്രയും വേഗം നമ്മൾ അവിടേക്ക് ചെന്നെത്തും. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-1 മുതൽ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാമോ? പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-1 മുതൽ. Thank you, Jesus. 2 Peter chapter 1. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. നാട്ടുകാർക്ക് എല്ലാം കൂടി വാരിപ്പിടിച്ച് എഴുതുന്നതല്ല, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം. ആദ്യ റൗണ്ടിൽ പത്രോസിനുണ്ടായിരുന്നത് വിലയേറിയ വിശ്വാസമൊന്നുമല്ല, വില കുറഞ്ഞ വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് ഇടയ്ക്ക് വെച്ച് ചോദിച്ചാൽ, കർത്താവ് എല്ലാം കളഞ്ഞിട്ടാ വന്ന, വല്ലതും നടക്കുമോ, വല്ലതും കിട്ടുമോ? ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലേ? മീശ കളഞ്ഞാൽ വല്ലതും കിട്ടുമോ കർത്താവേ? വെള്ളം ഉടുപ്പിട്ടാൽ വല്ലതും നടക്കുമോ അല്ലേ? എന്തെങ്കിലും നടക്കുമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഒന്നും നടക്കാതെ ഒന്നും നമ്മൾ ചെയ്യത്തില്ല. ഒരു നേരത്തെ ആഹാരം മാറ്റി വെച്ച് ഉപവാസം ഇരിക്കുന്നെങ്കിൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്. ഒന്നുകിൽ വിസ അടിക്കണം, അല്ലെങ്കിൽ പിള്ളേരുടെ അഡ്മിഷൻ ശരിയാവണം, അല്ലെങ്കിൽ ബാഗിൻ്റെ വില കുറയണം. ശരിയല്ലേ? ഇന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെലിവിഷനിൽ ഇങ്ങനെ ഓരോ വാർത്തകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു വാർത്ത കാണിച്ചു,
പാലിന് വില കൂടും. അപ്പോൾ അവിടുത്തെ ആൻറ്റി ഭയങ്കര സന്തോഷമായി. ആൻറ്റി ഇങ്ങനെ ചാടി കഴിച്ചിട്ട് പാലിന് വില കൂടും. ഞാൻ പറഞ്ഞു ഇവിടെ ഇത് കാണുമ്പോൾ ആൾക്കാരെല്ലാം ഞെട്ടിയിരിക്കുകയാണ്, പാലിന് വില കൂടുമെന്ന്. ആൻറ്റിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ആൻറ്റിക്ക് 4 പശുവുണ്ട്. ഞാൻ എവിടെയാണെന്ന് മനസ്സിലായി ആരും ചെന്ന് പറയരുത്. മനസ്സിലായി. അപ്പൊ ഞാൻ അവിടെ നിന്ന് പറയാറുണ്ട്, ആന്റിയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കണോ, പാപം ഉപഭോക്താക്കളുടെ പ്രാർത്ഥന കേൾക്കണോ? അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 2 രൂപ പാലിന് കുറയണമെന്നാ, ആന്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 2 രൂപ കൂടാനാ. ഈ കർത്താവിന്റെ ഗതി ആലോചിച്ച് നോക്കിയേ. സ്തോത്രം അല്ലേ? മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അവിടെ പറഞ്ഞോ സ്തോത്രം, ഇതേ വിലയേറിയ വിശ്വാസം, ഏത് പത്രോസിന് ഒടുവിൽ കിട്ടിയ വിശ്വാസം. സ്തോത്രം, ആദ്യത്തെ റൗണ്ട് വിശ്വാസമല്ല, ഒടുവിലത്തെ വിശ്വാസം. പത്രോസിന്റെ അടുത്ത് കർത്താവ് ചോദിക്കുന്നു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, പിന്നെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് അല്ലേ. കർത്താവ് ചോദിച്ചത്, നിനക്ക് എൻ്റെ അടുത്ത് അകപ്പയുണ്ടോ? പത്രോസ് പറഞ്ഞതില്ല, എനിക്ക് നിൻ്റെ അടുത്ത് ഫിലയോ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അകപ്പ എന്ന് പറഞ്ഞാൽ തിരിച്ച് പ്രതീക്ഷിക്കാത്ത സ്നേഹം. പത്രോസ് പറഞ്ഞത്, എനിക്ക് നിൻ്റെ അടുത്ത് അകപ്പയൊന്നുമില്ല, എനിക്ക് നിൻ്റെ അടുത്ത് ഫിലയോ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ട് തരുന്ന സ്നേഹമുണ്ട്. കർത്താവ് പിന്നെയും ചോദിച്ചു, നിനക്ക് എൻ്റെ അടുത്ത് അകപ്പയുണ്ടോ? അവൻ പുള്ളി പറഞ്ഞു, എനിക്ക് നിൻ്റെ അടുത്ത് ഫിലയോ ഉണ്ട്. മൂന്നാമത് കർത്താവ് ചോദിച്ചു, നിനക്ക് എൻ്റെ അടുത്ത് ഫിലയോ ഉണ്ടോ? പുള്ളി പറഞ്ഞു, ഫിലയോ ഒന്നുമില്ല, ഞാൻ തട്ടിപ്പാണ്. കണ്ടോ? അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഫിലയോ എങ്കിലും നിനക്കുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ മുണ്ട് വേറൊരുത്തരും. കർത്താവ് പറഞ്ഞു, നീ എൻ്റെ ആടിനെ മേയ്ക്കാൻ. സ്തോത്രം. ഞാൻ എപ്പോഴും പറയട്ടെ, എൻ്റെ ചർച്ചിൽ ഞാൻ പറയാറുണ്ട്, വിശ്വാസികളെല്ലാവരും മരിക്കുന്നതിന് മുമ്പ് 6 മാസമെങ്കിലും ചർച്ച് പാസ്റ്ററായിട്ടിരിക്കണം. എന്ത് മനസ്സിലായി? 6 മാസമെങ്കിലും. അതാ ടെൻറ്റ് മൈ ഷീപ്പ്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ടെൻറ്റ് മൈ ഷീപ്പ് എന്ന് പറഞ്ഞാൽ നീ ഷീപ്പിനെ ടെൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും നീ സ്നേഹിക്കുന്നുണ്ടോ. ഭയങ്കര പണിയാണ്. ഞാനെന്ത് സുന്ദരമായി 4 നൂറ്റാണ്ട് ഇങ്ങനെ പ്രസംഗിച്ചിരുന്ന ആളാണ്. എനിക്കത് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഒരു പണിയില്ല. പക്ഷെ ഇത് ഭയങ്കര പാടാണ്. ആട് 50 തന്നെ ഉള്ളുവെങ്കിൽ 80 സ്വഭാവമായിരിക്കും. അതിന് 5 കൊല്ലം ഒരാൾ മേയിച്ചാൽ അയാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ശരിയല്ലേ? ആടുകളായി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് തന്നെ. സ്തോത്രം അല്ലേ? ഞങ്ങളിപ്പോൾ ഒരാൾക്ക് വീട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ എന്നോട് വിളിച്ചിട്ട് പറയുകയാണ്, പാസ്റ്റർ ഞായറാഴ്ച വരത്തില്ല. മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, ഞായറാഴ്ച വരത്തില്ല, വസ്ത്രമില്ല, അതുകൊണ്ട് വരത്തില്ല. അവർക്ക് നമ്മൾ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വസ്ത്രമില്ല, ഇപ്പം വരത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വരാൻ പറയുന്നത് ശരിയല്ല, കാരണം പിന്നെ മോശമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മൈൻഡ് സെറ്റ് ആലോചിച്ച് നോക്കിയേ അല്ലേ? അവർ താല്പര്യമില്ല. അപ്പോൾ ഈ ആഴ്ച അവരുടെ ഹസ്ബൻഡിന് പല്ല് വേദനയാണ്, അതുകൊണ്ട് വരാൻ പറ്റത്തില്ല. വീട് വയ്പ്പ് നടക്കുകയാണ്, ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് പൈസ അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. മനസ്സിലാണ്ട? അതാണ് വിശ്വാസി. അതിനെയാണ് നമുക്ക് മേക്കേണ്ടത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അതാ കർത്താവ് പത്രോസിനെ വിളിച്ചിട്ട് പറഞ്ഞാൽ, നീ എന്നെ സ്നേഹിക്കുന്നോ? എന്നാൽ ആടിനെ മേക്കേ, അത് നന്നായിരിക്കും. പാവം. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയാം, നിന്റെ മുണ്ട് വേറൊരുത്തനും എടുത്തു തരും. എൻ്റെ മുണ്ട് വേറൊരുത്തനും എടുത്തു തന്ന ധൈര്യത്തിൽ ഞാൻ മേളിൽ കയറി വരില്ല. ഞാനാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ മടത്ത് കുത്തി കയറി വരും. വേറൊരുത്തനാണ് എന്നെ കൊടുക്കുന്നെങ്കിൽ ഭയങ്കര പാടാണ്. കണ്ടോ? പത്രോസ് പറയാ, ഇതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത് വായിക്കേ. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവ് യേശുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. കൂടിയ സാധനമാണ്. ഇതൊന്നും എനിക്ക് പ്രസംഗിക്കാനുള്ള സമയം പോരാ. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ, കണ്ടോ, പരിജ്ഞാനത്തിൽ കൃപയും സമാധാനവും. ആ പരിജ്ഞാനത്തിലുള്ളതാണ് നമ്മളെല്ലാവരും ഒന്നാവുക എന്ന സാധനം. നമ്മളെല്ലാവരും ഒന്നാവുക. നമ്മൾ ഒന്നായേ പറ്റൂ. പിതാവെ, അങ്ങ് ഞാനും ഒന്നായിരിക്കുന്നത് പോലെ ഇവരൊന്നാവണം. അതാണ് പരിജ്ഞാനത്തിലെ ഒന്നാവലാണ്. നമുക്കൊന്നാകാൻ കഴിയും, ഒന്നായേ പറ്റൂ. ഒന്നാകുന്നവരെ ചേർക്കാനാ കർത്താവ് വരുന്നത്. അതാ പറഞ്ഞേ, ആ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അതിലുണ്ടാകുന്ന സമാധാനം ഭയങ്കര സമാധാനമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ സാരി കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരും. എവിടെ നിന്നാണോ എന്തോ വാങ്ങിച്ചത്, എത്ര രൂപയായി കാണുമോ എന്തോ. പിന്നെ ഇതിനെക്കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്തും ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ അല്ലേ? അവരുടെ സ്പ്രേയുടെ മണം അടിക്കുമ്പം നിങ്ങൾക്ക് വിഷമം വരും. എവിടുന്നോ അടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. പക്ഷെ അവർ നിങ്ങൾ ഒന്നാണെന്നാകുമ്പോൾ പ്രശ്നം മാറും. അങ്ങനെ ആവും തോന്നുന്നുണ്ടോ? ആകും. അതിനെ അങ്ങനെ ആക്കാനാ യേശപ്പൻ ഭൂമിയിൽ വന്നത്. പിന്നെ നമ്മൾ ആവാത്തെന്താ? നമുക്കാകാൻ കഴിയും. ഓക്കെ, വായിക്കേ.
തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. It's very interesting. നമ്മുടെ ജീവനും ശക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. അവയാൽ നമുക്ക് ദാനം ചെയ്തിരിക്കുന്ന സകലത്താലും ദൈവം നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അപ്പൊ കണ്ടോ, ഒന്ന് നമുക്ക് കർത്താവ് ചിലത് നൽകിയിരിക്കുന്നു. ഒന്ന് കുറച്ച് പ്രൊവിഡൻസസ്, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും, എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. രണ്ട്, നമുക്ക് ഭാവിയിൽ വേണ്ടുമെന്നുള്ളത് നമുക്ക് വാക്ക് പറയാം. ശ്രദ്ധിക്കണേ, ഈ പെട്ടി വരെയുള്ളത്, പെട്ടി കാണാനല്ലേ, പെട്ടി വരെയുള്ളത് നമുക്ക് തന്നിരിക്കുന്നു. പെട്ടിക്കിപ്പുറത്തേക്കുള്ളത് അല്ലെങ്കിൽ പെട്ടിക്ക് അപ്പുറത്തേക്കുള്ളത് വാക്ക് പറഞ്ഞിരിക്കുന്നു. കിട്ടിയോ? പെട്ടി വരെയുള്ളത് തന്നിരിക്കുന്നു, പെട്ടിക്ക് അപ്പുറത്തേക്കുള്ളത് വാക്ക് പറഞ്ഞിരിക്കുന്നു. ഇനി വായിക്കേ. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ, കണ്ടോ, ഇത് രണ്ടും നമുക്കുണ്ട്. പെട്ടി വരെ ഉള്ളത് നമുക്കുണ്ട്, പെട്ടിക്ക് അപ്പുറത്തേക്കുള്ളതും പറഞ്ഞിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്, കണ്ടോ, ഇവയാൽ നിങ്ങളുടെ കയ്യിൽ ഇത് രണ്ടും ഉണ്ട്. എന്തുണ്ട്? പെട്ടി വരെ ഉള്ളത് തന്നിട്ടുണ്ട്, പെട്ടിക്ക് അപ്പുറത്തേക്കുള്ളത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. അപ്പൊ ലോകത്തിൽ എന്തുണ്ട്? മോഹമുണ്ട്. മോഹത്തിന്റെ പിറകിൽ എന്തുണ്ട്? നാശമുണ്ട്. അപ്പൊ മോഹത്താലുള്ള നാശം നിങ്ങൾ വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാവണം. ഇല്ലെങ്കിൽ പ്രശ്നം പാളിപ്പോവും. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് പെട്ടിക്കപ്പുറത്തേലാണ്. പെട്ടി വരെയുള്ളത് മുഴുവൻ തന്നിരിക്കുന്നു, പെട്ടിക്ക് അപ്പുറത്തേക്കുള്ളത് വാക്ക് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. ഈ ലോകം നമ്മെ മോഹിപ്പിക്കുന്നതാണ്. മോഹത്തിന്റെ പിറകിൽ നാശം കൃത്യമായി ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ലോകത്തിൽ എന്തൊക്കെ മോഹിച്ചാലും എന്തൊക്കെ നേടിയാലും അവകൾ നശിപ്പാനുള്ളവയാകയാൽ അതിനെ നമ്മൾ വിട്ടൊഴിയണം. വിട്ടൊഴിയുക എന്നതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ കറക്റ്റ് അർത്ഥം എസ്കേപ്പ് ബൈ ഫ്ലൈറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വിമാനം റൺവേയിലൂടെ ഓടിയിട്ട് ഭൂമിയെ തള്ളിക്കളഞ്ഞ് ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ നമ്മെ നശിപ്പിക്കുവാൻ സാധ്യതയുള്ള ചിന്തയെ തള്ളിക്കളഞ്ഞ് നമ്മൾ രക്ഷപ്പെടണം. അത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമല്ല. മനുഷ്യരാൽ അസാധ്യമെങ്കിലും ദൈവത്താൽ സാധ്യം. അതിനാണ് കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ആ കർത്താവ് നമ്മുടെ മേൽ ജീവിച്ചാൽ, ആ കർത്താവ് നമ്മുടെ മേൽ സ്വാധീനം നടത്തിയാൽ, ഭരണം നടത്തിയാൽ, ആ കർത്താവിന് നമ്മളെ രക്ഷപ്പെടുത്തുവാൻ കഴിയും. യു അണ്ടർസ്റ്റാൻഡ്? സ്തോത്രം. അപ്പോ ഇനി അടുത്തതായിട്ട് വായിക്ക്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും, കണ്ടോ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ സകല ഉത്സാഹവും, with your whole effort, സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദര പ്രീതി, ഇത് കൂട്ടിക്കൊള്ളുവീൻ. കണ്ട, നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഡോളർ കൂട്ടലല്ല, അതങ്ങ് കൂടിക്കോളും ചെയ്യും. പിന്നെ നമുക്ക് ഇട്ടേച്ച് പോവുകയും ചെയ്യാം. ബാക്കിയെല്ലാം കൂടിക്കോളും, ഇവിടെ ഇട്ടേച്ച് പോവാം. ഇതിനെ കൂട്ടി ടെൻഷൻ പിടിക്കണ്ട. സ്തോത്രം. ശ്രദ്ധിക്കേണ്ടത് അത് നിമിത്തം എന്ന് പറഞ്ഞാൽ പെട്ടി വരെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, പെട്ടിക്ക് അപ്പുറത്തേക്കുള്ള തന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോട് വീര്യം വർദ്ധിപ്പിക്കണം. അപ്പൊ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഒരു കടുകുമണി പോലെ വീഴത്തേ ഉള്ളൂ. അതിനെ നമ്മൾ വീര്യമാക്കി മാറ്റണം, അല്ലേ? വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം. കണ്ടോ, ഇത് ഓരോന്ന് ആഡ് ചെയ്യണം. ദിസ് ഈസ് വാട്ട് അവർ ഡ്യൂട്ടി, അവർ റെസ്പോൺസിബിലിറ്റി. ഇത് എളുപ്പമല്ല, ഇത് ഉറക്കത്തിൽ നടക്കുന്ന കാര്യമല്ല. ഒരാൾ ജിംനാസ്റ്റിക്കായി വരുന്നത്, ബോഡി ബിൽഡറായി വരുന്നത് ഒറ്റ ഉറക്കത്തിൽ സംഭവിക്കുന്നതല്ല. എന്തെങ്കിലും ഒരു പൊടി കലക്കി കുടിച്ച് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇറ്റ്സ് നോട്ട് എ മാജിക്. ഉറക്കളക്കേണ്ടി വരും, ഒരുപാട് എക്സസൈസ് ചെയ്യേണ്ടി വരും, ഒരുപാട് ഫുഡ് റെസിസ്റ്റ് ചെയ്യേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഒരു ബോഡി ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ അത്രയും ചെയ്യണം. ഒരാൾ നല്ലൊരു ഗായകനാകണമെങ്കിൽ ശരിക്ക് സാധകം ചെയ്യേണ്ടി വരും. ഒരാൾ നല്ലൊരു പ്രസംഗകനാകണമെങ്കിൽ ശരിക്ക് വായിക്കേണ്ടി വരും, അല്ലേ? ഒരാൾ എന്തെങ്കിലും ആകണമെങ്കിൽ അതിന്റെ പിറകിൽ ഒരുപാട് എഫർട്ട് കൊടുക്കേണ്ടി വരും. കൊടുക്കുന്നിടത്തോളം അത് പെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ആത്മീകനാകാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ വിശ്വാസം എന്നൊരു ചെറിയ ഭാഗം മാത്രം പോരാ, അത് ഡെവലപ്പ് ചെയ്ത് വലുതാക്കണം. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി. ഇവ നിങ്ങൾ കൂട്ടിക്കൊള്ളുവിൻ. വായിക്ക്. ഇവ നിങ്ങൾക്ക് വേണ്ടി വർദ്ധിക്കുന്നു എങ്കിൽ, എന്നോടെ
നിങ്ങൾ നമ്മുടെ കർത്താവായ തെറ്റിപ്പോയി ഇവ നിങ്ങൾക്ക് ഇവ നിങ്ങൾക്കുണ്ടായി ഇവ നിങ്ങൾക്ക് ഉണ്ടാവുകയും വേണം, വർദ്ധിക്കുകയും വേണം. കണ്ട, കൃപയാൽ നമുക്കില്ല, പിന്നെ വർദ്ധിക്കേണ്ട കാര്യമില്ല. ഇതുണ്ടാവണം ആദ്യം, എന്നിട്ട് വർദ്ധിക്കണം. ഇതിനാണ് ഉപവാസം, ഇതിനാണ് പ്രാർത്ഥന, ഇതിനാണ് കരച്ചിൽ, ഇതിനാണ് ബൈബിൾ വായന, ഇതിനാണ് ബാക്കിയെല്ലാം. ഇവ നിങ്ങൾക്കുണ്ടാകണം, ഇത് വർദ്ധിക്കണം. കണ്ടോ, ഇതുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും രണ്ട് പദമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഇൻഎഫക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ്. നിങ്ങൾ ഇത് ഉണ്ടാകുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ ഇൻഎഫക്റ്റീവ് ആയിരിക്കില്ല, അൺപ്രൊഡക്റ്റീവ് ആയിരിക്കില്ല, അല്ലേ? പ്രൊഡക്റ്റീവ് ആയിരിക്കണം, അല്ലേ? കല്യാണം കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം തൊട്ട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും, വിശേഷമുണ്ടോ? ഒരു വർഷമാകുമ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും, എന്താണ് പ്രശ്നം? എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? One must be productive. That's the expectation of the society. അതുകൊണ്ട് അവർ ചോദിക്കും, എന്താ പ്രോബ്ലം? നമ്മൾ കൃപയിൽ എത്രയോ കൊല്ലം കൊണ്ട് വിശ്വാസിയാണ്, ഇതുവരെയും ഒരു വിശ്വാസിയെ നമ്മൾ ജനിപ്പിച്ചിട്ടില്ല, അല്ലേ? പിന്നെന്ത് വിശ്വാസി നമ്മൾ? സ്തോത്രം. നമ്മളെ വിശ്വസിച്ചില്ല, പിന്നെ വിശ്വാസിയാക്കുന്നല്ലേ? അതാണ് എൻ്റെ പ്രശ്നം. നമ്മളെ തന്നെ ഉപദേശിയുടെ മഹാകരുണയാലാണ് പിടിച്ചിരുത്തുന്നത്. കാരണം ശനിയാഴ്ച രാവിലെ ആകുമ്പോൾ വിളിക്കും, ഇന്ന് ശനിയാണേ, നാളെ ഞായറാഴ്ചയാണ്, വണ്ടി വിടണോ, ഞാൻ വന്ന് എടുക്കണോ, അതോ ഇനി വരുമോ? അല്ല, എനിക്കൊരു അസോസിയേറ്റ് മാസ്റ്റർ ഉണ്ട്, പുള്ളിയാണ് ഈ ഡ്യൂട്ടി എല്ലാം ചെയ്യുന്നത്. എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ എഴുതിയിട്ട് പറയാറുണ്ട്, എന്നെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ പറ്റുമെങ്കിൽ വരിക, അല്ലേ? ഞാനെന്തു ചെയ്യാനാണ്? അപ്പോൾ പാവപ്പെട്ട ആ പുള്ളിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലേ? ചിലപ്പോൾ ഞാൻ പുള്ളിയെ വഴക്കം പറയാറുണ്ട്, ഇങ്ങനെയൊന്നും വിളിക്കരുത്, അവർ വേണമെങ്കിൽ വരട്ടെ. അപ്പോൾ പുള്ളി പറയാം, അങ്ങനല്ല, ചിലപ്പോൾ ശരിയാവും. അങ്ങനെ ശരിയാകത്തില്ല. മുട്ട ഒരു റൗണ്ടേ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത് വിരിയത്തില്ലെങ്കിൽ പിന്നെ അത് രണ്ടാമത്തെ റൗണ്ട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, എണ്ണം തയ്ക്കാന്നേ ഉള്ളൂ. ശരിയല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. വെക്കുന്നത് അത് രക്ഷപ്പെടുന്നെങ്കിൽ ഫസ്റ്റ് റൗണ്ട് രക്ഷപ്പെടില്ലെന്ന് തീരുമാനമെടുത്ത് വളഞ്ഞു പോയ കേസാണെങ്കിൽ അതിനെ പിന്നെ നമുക്ക് കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ഞാനൊരിക്കലും ചർച്ചയിൽ ഒരു പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ എന്തിനാണ് ഇതിനേക്ക് വെറുതെ ഇരുത്തിയിരിക്കുന്നത്, അവർ പറഞ്ഞ് വിടാത്തത്. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞാണ്, പറന്നു പോകാതിരിക്കട്ടെന്ന്. അത് നല്ലൊരു ഐഡിയ ആണ്. പായൊക്കെ വിരിച്ചിട്ട് ഫാനൊക്കെ ഇടുമ്പോൾ പറന്നു പോകാതിരിക്കാൻ ഒരെണ്ണം അവിടെ ഇരിക്കട്ടെ. പേപ്പർ വെയിറ്റ് അല്ലേ? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവർക്കൊക്കെ ഇത് അറിയാം, പിന്നെ പോട്ടെന്നും വെച്ച് അവിടെ ഇട്ടിരിക്കുന്നതാണ്. അങ്ങനെ ചിലതുണ്ട് കേട്ടോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ചർച്ച പാസ്സായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കറിയാം ഇത് പോക്കാണെന്ന് നമുക്കറിയാം, ഇരിക്കട്ടെ, അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലത് നമുക്ക് ആണിയാണ്, എന്നാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അച്ചാന്നൊക്കെ വിളിച്ച് സോപ്പിട്ടിരുത്തിയാലേ പറ്റുള്ളൂ, ആണി തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി കർത്താവ് അതിനെ അവിടെ വച്ചിരിക്കുന്നതായിരിക്കും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? ദാവീദ് പോയ പോക്കിന് ഒരുത്തക്കിടന്ന് ഇങ്ങനെ പൂഴി വാരിയിട്ടപ്പോൾ കൂടെ വന്ന ആയുധം കൊണ്ടുവരുന്നവൻ പറയുകയാണ്, തട്ടിയേക്കട്ടെ. ഞാനറിഞ്ഞേ പറഞ്ഞാൽ തട്ടിയായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയിട്ട് തട്ടിക്കോ, അല്ലേ? ദാവീദ് പറയാം, തുടരുത്, അവനെ കർത്താവാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, അതൊക്കെ ഭയങ്കര പരിജ്ഞാനമാണ്. അതൊക്കെ മനസ്സിലാക്കി വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിജ്ഞാനമാണ്. നമുക്ക് വേണ്ടി അങ്ങനെ ചിലർ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ലെറ്റ് ദം സീ ദേർ, അവരോട് ഇരിക്കട്ടെ. നിങ്ങൾ ഓർക്കണം, നിങ്ങളെ അങ്ങനെ ആരെങ്കിലും ഗുണം പിടിപ്പിക്കാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന കരിക്കട്ടയാണോ നിങ്ങൾ? ഒരു ഗോൾഡിനെ തട്ടാൻ അടിച്ച് റെഡിയാക്കി എടുക്കണമെങ്കിൽ കുറേ കരിക്കട്ട വേണം. ഗോൾഡ് കത്തുന്നതിൻ്റെ കൂടെ കരിക്കട്ടയും കത്തും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗോൾഡ് 2 അന്യഭാഷ പറയുമ്പോൾ കരിക്കട്ട 4 പറയും. ഗോൾഡിനെ കുത്തിയെടുത്ത് വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റേ അടിക്കട്ടയിലെടുത്ത് വെച്ച് അടിക്കുമ്പോൾ അത് മിണ്ടാതിരിക്കും, ഷേപ്പിലാവും. കരിക്കട്ടയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ കളർ കാണും. അതുവരെ ആത്മനിറവിൽ നിന്നതാണ്, പക്ഷേ വെള്ളം ഇച്ചിരി എടുത്ത് ഇങ്ങനത്ത് ഒഴിക്കുമ്പോൾ ഒറിജിനൽ കളർ കാണും. നിങ്ങൾക്കെല്ലാം മനസ്സിലായി പോകുന്നു എന്നൊരു തെറ്റെൻ്റെ നിങ്ങളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാനുണ്ട്. ദൈവമക്കളെ, നമ്മൾ ഗുണം പിടിക്കണം. നമ്മളെക്കാലവും കരിക്കട്ടയായിട്ടിരിക്കാനുള്ളവരല്ല, മറ്റുള്ളവരെ ഗുണം പിടിപ്പിക്കാൻ വേണ്ടി ഇരിക്കേണ്ടവരല്ല. നമ്മൾ ഗുണം പിടിക്കണം, പിടിച്ചേ പറ്റൂ. അത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് തീരുമാനിക്കണം. അതവിടെ പറഞ്ഞത്, നിങ്ങൾക്കിത് മനസ്സിലായി, ഇത് ഉണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നിഷ്ഫലന്മാരാകത്തില്ല. പിന്നെന്താവത്തില്ല? നിങ്ങൾ എന്താവത്തില്ല? ഒന്ന്, നിഷ്ഫലന്മാരാകത്തില്ല. 2, ഉത്സാഹമില്ലാതെ. നല്ല ഉത്സാഹമായിരിക്കും, നല്ല ഫലമുള്ളവരായിരിക്കും. അതില്ലാത്തവനോ കുരുടനത്രേ. കുരുടൻ എന്ന് പറഞ്ഞാൽ കുരുടൻ എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? കണ്ണണം മേലാത്തവൻ.
അല്ലേ? ഇവിടെ ഇരിക്കുന്ന എത്ര പേരാണ് കുരുടന്മാർ വന്നിട്ടുള്ളതെന്ന് കൈ ഉയർത്താവോ? ആരുമില്ല അല്ലേ? നിങ്ങൾ എന്തിനാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്? കേട്ടില്ല? കണ്ണാടി വെച്ചിരിക്കുന്നത് ഷോക്കാണോ? വ്യക്തമായി കാണാൻ. വ്യക്തമായി കാണാത്തതിനെ നമ്മൾ എന്തെന്ന് പറയും? കുരുടൻ തന്നെ. നമ്മൾ സമ്മതിക്കത്തില്ല. ഞാനും ഇപ്പൊ കുരുടനാണ്. കണ്ണട വിട്ടട കണ്ണട വെച്ചാൽ ഒന്നും കാണത്തില്ല, പുക പോലെ കാണാം അല്ലേ? അപ്പൊ ഇത് വച്ചാൽ ക്ലിയർ ആണ്, വച്ചില്ലെങ്കിൽ ഞാൻ കുരുടനാണ്. പക്ഷെ ഞാൻ കുരുടനാണ് സമ്മതിക്കില്ല. കണ്ണട വെച്ചാൽ എൻ്റെ നേരത്തെ കണ്ണട ഇല്ലാത്തതിനേക്കാളും ലുക്കല്ലേ കണ്ണട വെക്കുമ്പോ? എൻ്റെ പാപത്തെ ഞാൻ മാസ്ക് ചെയ്തപ്പോ കുറച്ചുകൂടെ ലുക്കായി, കണ്ടോ? അതാണ് നമ്മൾ പാപം മാസ്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. നമ്മളെപ്പോഴും പാപം മാസ്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. വാസ്തവത്തിൽ ഞാൻ കുരുടനാണ്, പക്ഷെ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല, കൊന്നുകളഞ്ഞ് അക്സെപ്റ്റ് ചെയ്യില്ല. അതാ അവിടെ പറഞ്ഞത്, അവ ഇല്ലാത്തവൻ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടി. കണ്ട എന്ന് പറഞ്ഞാൽ അവന് കാണുകയൊക്കെ ചെയ്യാം. അവന് പെട്ടി വരെ കാണാവൂ, പെട്ടിക്ക് അപ്പുറത്തൊന്നും കണ്ടുകൂടാ. ആള് കുരുടനാണ്. എല്ലാ ആഴ്ചയും പള്ളിയിൽ പോവും, ബൈബിൾ വായിച്ചു കൊടുക്കും, സമയം കിട്ടിയാൽ പ്രസംഗിക്കും, എന്ത് പരിപാടിയും ചെയ്യും. ആള് കുരുടനാണ്. നമുക്ക് പെട്ടിക്കപ്പുറം കാണാവോ? പെട്ടിക്കപ്പുറം കാണാമെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയും സുവിശേഷം പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സീരിയലും കണ്ട് സമയം ചെലവഴിക്കാൻ പറ്റത്തില്ല. കല്യാണത്തിന് പോക്ക് ആയിരിക്കില്ല നിങ്ങളുടെ സന്തോഷം, അതായിരിക്കില്ല സന്തോഷം. അതിനേക്കാൾ നിങ്ങൾക്ക് സന്തോഷം ഒരാളോടെങ്കിലും സുവിശേഷം പറയുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ അകത്ത് കത്തിയിരിക്കുന്നത് പെട്ടിക്കപ്പുറത്തെ കാഴ്ചയാണ്. നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും നിങ്ങളുടെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച പെട്ടിക്കപ്പുറത്തെ കാഴ്ചയാണ്. ആ കാഴ്ചയുള്ള ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ആരോടും സുവിശേഷം പറയാതിരിക്കാൻ അവന് പറ്റില്ല. അതിനേക്കാൾ വലിയ സന്തോഷം അവന്റെ മുമ്പിൽ സിനിമ കാണുന്നതല്ല. അതിനേക്കാൾ വലിയ സന്തോഷം അവന്റെ മുമ്പിൽ പുതിയ ഉടുപ്പിട്ടുകൊണ്ട് നടക്കുന്നതല്ല. മറ്റൊന്നുമല്ല അവന്റെ സന്തോഷം. അവന്റെ ഹൃദയത്തിൽ എപ്പോഴും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് പെട്ടിക്കപ്പുറത്താണ്. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ ഭാരപ്പെട്ട് ഞരങ്ങുന്നു, എനിക്ക് എവിടെ പോകണം? നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു അന്ത്യകാലത്തിലാണ്. അകത്തത് കത്തുന്നുണ്ടോ എന്ന് നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്ക് നിശ്ചയമായിട്ടുമുണ്ട്. പെട്ടിക്കപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയണം. അവിടെ വായിച്ചു തീർക്കുന്ന എങ്ങനെയാണ്? വായിക്കുക. അവയില്ലാത്തവനോ കുരുടൻ എത്രയോ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവൻ. എന്ന് പറഞ്ഞാൽ എന്തിനാണ് അവനെ ശുദ്ധീകരിച്ചതെന്ന് മറന്നുപോയി. എന്തിനാ യേശപ്പൻ നമ്മളെ ശുദ്ധീകരിച്ചത്? എന്തിനാ യേശപ്പൻ നമ്മളെ വെള്ളത്തിലിറക്കി സ്നാനപ്പെടുത്തിയത്? എന്തിനാ കർത്താവ് നമുക്ക് തിരുമേശ നൽകിയിരിക്കുന്നത്? എന്തിനാ കർത്താവ് നമുക്ക് വചനം നൽകിയിരിക്കുന്നത്? എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്? ഇതെല്ലാം നൽകിയിരിക്കുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നമ്മളെ പെട്ടിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അത് തിരിച്ചറിയില്ല ചിലരുടെ ഉദ്ദേശം അല്ലേ? ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ രക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ എനിക്കിതൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. എനിക്കിപ്പോൾ വീടായി, കാറായി, കല്യാണം കഴിച്ചു, മക്കൾ ജനിച്ചു, ഞാനിപ്പോൾ അമേരിക്കയിലും ഇന്ത്യയിലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ്. ചുമ്മാതാണ്. അങ്ങനെയാണെങ്കിൽ യൂസഫ് അലി അങ്ങനെ ആവണമല്ലോ. അപ്പൊ അദാനിയും അന്താനിയും അംബാനിയും അങ്ങനെ ആവണമല്ലോ. ഇവരെല്ലാം അതാവണ്ടേ? ഇതൊന്നും അല്ല സ്നേഹിതരെ ബ്ലെസ്സിങ്. ഇവർക്കാർക്കും ഇല്ലാത്തൊരു ബ്ലെസ്സിങ് കർത്താവ് വിശുദ്ധന്മാരുടെ ഹൃദയത്തിന്റെ അകത്ത് കൊടുത്തിരിക്കുകയാണ്. അതാണ് നിത്യതയെക്കുറിച്ചുള്ള നേർക്കാഴ്ച. അവരെപ്പോഴും ഹൃദയത്തിൽ അതിനെ കണ്ട് അഭിവന്ദിച്ച് ജീവിക്കുകയാണ്. ഇവിടെ അവർക്കുള്ള ഭൗതികതകൾ ആൾക്കാർ മോഷ്ടിച്ചെടുക്കുമ്പോഴും, ആൾക്കാർ അവരുടെ നന്മകളെ കയ്യിലാക്കുമ്പോഴും, ആൾക്കാർ അവരെ വിടക്കം തന്നുമ്പോഴും അവർക്കൊരു ഭാരവും ഇല്ലാതിരിക്കുന്നതിന് കാരണം അക്കരെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. ശരീരം രോഗത്താൽ വലയുമ്പോഴും, കഴിക്കാൻ ആഹാരമില്ലാതിരിക്കുമ്പോഴും, എല്ലാവരും വിടക്കം നിന്നുമ്പോഴും അവരുടെ ഉള്ളിലെ വാഞ്ച അവർ കണ്ടിരിക്കുന്ന പ്രത്യാശയാണ്. ആ പ്രത്യാശയാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഏറിയ പ്രത്യാശ. അതില്ലാത്തവൻ കുരുടനാണ്, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനാണ്. നമ്മളെ ഹ്രസ്വദൃഷ്ടിയുള്ളവനല്ല. അതുകൊണ്ട് ദൈവമക്കൾ ഇറങ്ങി തിരിച്ചത് ഭൂമിയിൽ ഭൗതികമായി എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, പനി മാറാനല്ല, രോഗസൗഖ്യത്തിനല്ല. അതിനുവേണ്ടി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചർച്ചിൽ വന്ന് പെട്ട് കഴിഞ്ഞിട്ട് യഥാർത്ഥ കാഴ്ച നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ രോഗം എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയുന്ന ദൈവമക്കളെ എനിക്കറിയാം. അത് മാറുന്നെങ്കിൽ മാറട്ടെ, ഇല്ലെങ്കിൽ പ്രശ്നമല്ല. ഇന്ന് നമ്മൾ എല്ലാ കൺവെൻഷനും കാണുന്ന രോഗം മാറ്റൽ പരിപാടിയാണ്. ഇതല്ല ഈ പരിപാടി. രോഗം മാറ്റലൊരു പ്രോജക്റ്റായിട്ട് കർത്താവ് ചെയ്തിട്ടേ ഇല്ല. കർത്താവ് എല്ലായിടത്തും പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. നിത്യതയെക്കുറിച്ചുള്ള വചനം പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. വരുന്ന ആൾക്കാർ ചിലര് മുടഞ്ഞു വരുന്നത് കണ്ടപ്പോൾ ദൈവമായി പോയത് കൊണ്ട് കർത്താവിന് മനസ്സലിഞ്ഞിട്ട് അവരെ അങ്ങ് സുഖമാക്കി. പക്ഷെ പിന്നീട് നോക്കിയപ്പോൾ വണ്ടിയിൽ ആൾക്കാരുള്ള മുടന്തന മുഴുവൻ കൊണ്ടുവരികയാണ് അല്ലേ? കർത്താവ് ഒരു ദിവസം ഇങ്ങനെ പ്രസംഗം കേട്ട ആൾക്കാർ ഒത്തിരി നേരം ഇരുന്നു അല്ലേ? എനിക്ക് ആ കൃപ കർത്താവ് തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് ആയിരുന്നു എങ്കിൽ ഞാൻ നിങ്ങളെ വെളുക്കം വരെ ഇരുത്തി പ്രസംഗിപ്പിച്ചേനെ. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫുഡ് തന്നേനെ അല്ലേ?
കർത്താവിൻ്റെ അടുത്ത് പ്രസംഗം കേട്ടുകൊണ്ട് ഒരുപാട് നേരം ആൾക്കാരിരുന്നു. കർത്താവിന് വിഷമം തോന്നി. കർത്താവിന് അവർക്ക് തിന്നാൻ കൊടുക്കണം അല്ലേ? കർത്താവ് അവർക്ക് എന്തെങ്കിലും ഉണ്ടോ കൊടുക്കാൻ? അപ്പോഴാണ് അവിടെ നിന്ന് ശിഷ്യന്മാർ പറഞ്ഞത്, വേണ്ടേ ഈ ചെറുക്കൻ്റെ കവറിനകത്ത് കിടപ്പുണ്ട് 5 അപ്പവും 2 മീനും. എന്തൊരു ദീർഘവീക്ഷണം നോക്കിയേ. ശരിയല്ലേ? ശിഷ്യന്മാർ നല്ല വീക്ഷണമുള്ളവരാണ്. അടുത്തിരിക്കുന്നവൻ്റെ കവറിനകത്ത് എന്ത് കിടക്കണമെന്ന് അറിയാം. എത്ര പക്കയാണെന്ന് നോക്കി. നല്ല ശിഷ്യന്മാർ. നിങ്ങൾ മനസ്സിലുണ്ടോ? സ്തോത്രം. കർത്താവ് അത് കൊണ്ടുവരാൻ പറഞ്ഞ് എല്ലാവർക്കും സമൃദ്ധമായി കൊടുത്തു. പിറ്റേന്ന് ആൾക്കൂട്ടം മൊത്തം വന്ന് നിൽക്കുകയാണ്. കാരണം അവർ പിറ്റേന്ന് വന്നത് അപ്പം തിന്നാൻ വേണ്ടിയാണ്, വചനം കേൾക്കാനല്ല. കർത്താവ് പതുക്കെ ഒരു ബോട്ടെടുത്ത് അതിനകത്ത് കയറി അക്കരെ കളഞ്ഞു. ശിഷ്യന്മാർ പിന്നെ പുറകെ പോയി. കർത്താവെ നീ ഇവിടെ വന്നിരിക്കുകയാണ്, ആൾക്കാരെല്ലാം അവിടെ ഇലയും വെച്ചിരിക്കുക. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല. കണ്ടോ, അടയാളം കണ്ടതുകൊണ്ടല്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ജീവന്റെ അപ്പമായി എന്നെ കണ്ടതുകൊണ്ടല്ല, നിങ്ങൾ അപ്പം തിന്നതുകൊണ്ടാണ് എൻ്റെ പുറകെ വരുന്നത്. കർത്താവിന് അങ്ങ് വിഷമായി. പാവ കർത്താവ്. സ്തോത്രം. ഒരിക്കൽ യെരുശലേമിലൂടെ നടന്നു പോകുമ്പോൾ ആൾക്കാർ ഇലയൊക്കെ വിരിച്ചു കൊടുക്കുക. കർത്താവ് അതിൻ്റെ മണ്ടക്കരുത് ഇങ്ങനെ പോവുകയാണ്. കർത്താവ് യെരുശലേമിൻ്റെ ഗോൾഡൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് കടക്കുമ്പോൾ യേശുക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയാതെ പോയ ശിഷ്യന്മാരെ നോക്കി യേശുക്രിസ്തു കരയുകയാണ്. കരഞ്ഞിട്ട് പറയാം, നിന്റെ ഗുണത്തിനുള്ളത് നീയൊക്കെ കണ്ടെങ്കിൽ കൊള്ളായിരുന്നു, നീയൊക്കെ തിരിച്ചറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, പക്ഷെ നിന്റെ കണ്ണിനത് മറഞ്ഞിരിക്കുന്നു. കാരണം പത്രോസ് വാളും വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കൂടെ ആഭ്യന്തരമന്ത്രിയാവാൻ. യൂദ മറ്റേ കിഴിയും വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ഫിനാൻസ് മിനിസ്റ്റർ ആവാൻ. കർത്താവ് പറഞ്ഞ ഇതിനൊന്നും അല്ല, മരിക്കാനാ. യുവമാരെല്ലാം മന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. കർത്താവ് പറയാ, നിന്റെ സമാധാനത്തുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവ് കരയുകയാണ്. ലാസറിന്റെ കല്ലറൊക്കെ ചെന്നിട്ട് കർത്താവ് കരയുകയാണ്. കാര്യം ഇവർക്ക് ആർക്കും വിശ്വാസമില്ല. മാർത്തയും മറിയും ഒരേ സ്വരത്തിൽ പറയുന്നു, നീ ഇവിടെ ഉണ്ടെങ്കിൽ മരിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം വന്നുകൊണ്ട് വലിയ കാര്യമില്ല. ഇത് കണ്ടിട്ടാണ് കർത്താവ് കരയുന്നത്. നമ്മളെ കണ്ടാൽ കർത്താവ് കരഞ്ഞു പോവും. വരാതിരിക്കുന്നതാണ് നല്ലത്, ഇല്ലേ? നമ്മുടെ വിശ്വാസമൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ കുരുടരാകരുത്. പെട്ടി വരെ ഉള്ളതല്ല നമ്മൾ കാണാൻ. അതുവരെ നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ ദൈവം തരും. കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്, ഞാൻ തരാം. ശലോമോൻ സർവ്വ പ്രൗഢിയിലും ഒരുങ്ങി വന്നാലും അത്രയും ഒരുങ്ങത്തില്ല, ഞാൻ നിങ്ങൾക്ക് തരാം. കാക്കകളെ നോക്ക്, ATM കാർഡില്ല, ID കാർഡില്ല, വേറെ ഒന്നുമില്ല അവർക്ക്. ഐ എം ഫീഡിങ് ദം. ഞാൻ അവരെ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഫീഡ് ചെയ്യും. നിങ്ങൾ ഓർക്കണേ, കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ച പൗലോസിന് ഇതൊന്നും കിട്ടിയില്ല. പൗലോസ് നഗ്നനായി. ക്രിസ്തുവിനെ അറിഞ്ഞത് കാരണം ഒരു ജഡ്ജിന്റെ പദവിയിൽ ഉയർന്നിരുന്ന മനുഷ്യൻ ഇന്ന് ജാഗ്വാർ കാർ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അത്രയും പ്രൗഢിയാണ് അന്ന് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നവൻ. അത്രയും പ്രൗഢി ഉണ്ടായിരുന്ന മനുഷ്യൻ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എല്ലാം ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, നാട്ടുകാരവൻ്റെ വസ്ത്രം മുഴുവൻ പറിച്ചെടുത്ത് ചന്തയിൽ കൊണ്ട് നിർത്തിയിരിക്കുക. വിവസ്ത്രനായി ചന്തയിൽ നിൽക്കുമ്പോൾ പൗലോസിന് പറയാനുള്ളത്, ഈ നഗ്നതയ്ക്ക് എന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. വസ്ത്രം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ആയിപ്പോയതല്ല, ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രം, രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രം നഗ്നനായിപ്പോയി. പത്രോസ് പറയാ, പൗലോസ് പറയാ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുന്നത് ആര്? നഗ്നതയോ, പട്ടിണിയോ, ആപത്തോ, വാളോ? Nothing can separate me from the love of Christ. That is a great and deep relationship with God. ഇതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ പെട്ടി വരെ പോകാനുള്ള ഒരു കൊച്ചു വീടും കല്യാണവും സമാധാനപരമായ ഒരു കുടുംബജീവിതവും അല്ല കർത്താവ് നമുക്ക് വാക്ക് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യഭവനം. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മുടെ പേര് വിളിക്കുമ്പോൾ നമ്മുടെ പേരുണ്ടാവണം. നമുക്ക് അവിടെ ചെല്ലാൻ കഴിയണം. അതാണ് നമ്മുടെ ഭക്തന്മാരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിയിടുമേ. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗ്യനാട്ടിൽ നമുക്ക് പോകാൻ ഭാഗ്യമുണ്ടാവണം. നമ്മളിവിടെ ഒരു കൊല്ലം താമസിക്കുന്നുവെങ്കിൽ 8766 മണിക്കൂർ മാത്രമാണ്. 8766 മണിക്കൂർ. കഴിഞ്ഞ കൊല്ലം നമ്മൾ 2025 പ്രാർത്ഥിച്ചാരംഭിച്ച് ഇതാ ചില ദിവസങ്ങളോടെ കഴിയുമ്പോൾ 8766 മണിക്കൂറുകൾ നമ്മളെ വിട്ടു പോവുകയാണ്. 50 കൊല്ലം ഇവിടെ ജീവിച്ചയാളിന് 4,38,300 മണിക്കൂറാണ്. ഞാൻ അത്രയും മണിക്കൂറായിട്ടില്ല ഇവിടെ വന്നിട്ട്. മനസ്സിലായോ?
50 കൊല്ലമായവർ, ഇവിടെ ഇരിക്കുന്ന 50 കൊല്ലമായവർ 4,38,300 മണിക്കൂറേ ആയുള്ളൂ ഇവിടെ വന്നിട്ട്. ഇവിടെ വലിയ സംഭവം ഒന്നും പറയാനില്ല. ഒരുറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം, ഇനി ഇത്രയും മണിക്കൂർ ഇവിടെ നിൽക്കണ്ട. സ്തോത്രം. കണ്ട, അത്രയും നിസ്സാരമാണ് കേസ്. 100 കൊല്ലം എന്ന് പറഞ്ഞാൽ 8,76,600 മണിക്കൂർ. ഇത്രയും മണിക്കൂർ ഒരുമാതിരിപ്പെട്ട ആരും ഇവിടെ നിൽക്കില്ല. അച്യുതാനന്ദൻ നിന്നത് തന്നെ ഒരു ഓർമ്മയില്ലാതാണ്. മനസ്സിലാകുന്നുണ്ട്? ഒരു ഓർമ്മയില്ലാതാണ് നിന്നത്. സ്തോത്രം. അപ്പൊ ഗൗരവമായി ഇത് നമ്മൾ തിരിച്ചറിയണം. 100 കൊല്ലം നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ 8,76,600 മണിക്കൂറുകൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 315,57,60,000 സെക്കൻഡുകൾ മാത്രമാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നറിയണം. 1, 2, 3 ഇങ്ങനെ പോവാണ്. ഇത് 315,57,60,000 സെക്കൻഡുകൾ മാത്രമേ 100 കൊല്ലം ഇരുന്നാൽ നമ്മൾ ഇരിക്കൂ. നമ്മൾ ആരും കൃപയിൽ ഇരിക്കൂല. പിടികിട്ടിയ? ഇത്രയും ദിവസം പോലും നിൽക്കാൻ കഴിയാത്ത അർത്ഥപ്രാണികളാണ് നമ്മൾ. ഇവിടെ എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്? കാണിച്ചു തരാം. എന്ത് കാണിക്കാൻ? ചിലർ കേസും പഴക്കമായിട്ട് നടക്കുകയാണ്. ആൾക്കാർ ഇച്ചിരി അതിര് മാന്തിനെ. നിങ്ങൾ എന്തിനാണ് കേസ് നടക്കുന്നത്? എൻ്റെ വസ്തുവിൻ്റെ എല്ലാ ഭാഗത്തെ എല്ലാ അതിരും ആൾക്കാരും മാന്തിക്കൊണ്ടുപോയി. ഞാൻ ആരടുത്തും പഴക്കം കൂടിയില്ല. ആരടുത്തും പഴക്കം കൂടിയില്ല. ഇന്നും എൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് കാര്യം. ഞാൻ പറഞ്ഞു, നോക്കൂ, നമുക്ക് അവർ എത്ര അതിര് തരുന്നു നോക്കൂ, കിട്ടുന്ന എടുക്കുക, ബാക്കി അവർക്ക് വിട്ടുകൊടുക്കുക. സ്തോത്രം. അതിന് ഞാൻ ചെന്ന് അവിടെ വഴക്ക് പറഞ്ഞ് അടി കൂടി കേസ് കൊടുത്താൽ എനിക്ക് സാധനം കിട്ടും. എനിക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? അല്ലേ, എനിക്ക് അവിടെ എന്തായാലും നിൽക്കാനുള്ള സ്ഥലമുണ്ട്. ബാക്കി അയാൾ ഇരിക്കട്ടെ, അയാൾ താമസിക്കട്ടെ. ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് കുറേ സ്ഥലം അവിടെയുള്ള ആൾക്കാർ കൊണ്ടുപോയി. അല്ലേ, ഞാൻ പിന്നെ എൻ്റെ ഇപ്പുറത്ത് വെച്ച് കെട്ടാൻ വന്ന ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അവർ ചോദിക്കുന്ന കൊടുത്തിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ കൊടുത്തിട്ട് കേട്ടെ. അല്ലേ, അവർക്ക് എൻ്റെ പ്രമാണവും ഒന്നും ഇല്ലാത്തവരാണ്. എന്താ പറയുക, ഇങ്ങനെ സൈഡിൽ കിടക്കുന്ന ആൾക്കാർ. അവരങ്ങനെ കയറി, സാരമില്ല, അവർ കയറി അവർക്ക് കിടക്കാൻ സ്ഥലം വേണ്ടി. എല്ലാവരും ഞാൻ മതിൽ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? മനസ്സിലുണ്ടോ? എന്തായാലും ഞാൻ പെട്ടി കിടക്കുമ്പോൾ അവർ വന്നിട്ട് സാക്ഷി പറയും, നല്ല ദൈവാസനായിരുന്നു. അതെനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ധൈര്യമായിട്ട് കിടക്കാൻ പറ്റുമോ? അതോ ചുറ്റുപാടുള്ള ഒരു സമാധാനമായി അവൻ ചത്തല്ലോ എന്ന് പറയൂ? ഞാൻ കിടന്നാൽ എൻ്റെ നാട്ടിലുള്ളവർ നിശ്ചയമായും വന്ന് കരയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ വീട്ടിലുള്ളവരെ പെട്ടിയെടുക്കാൻ സമ്മതിക്കത്തുമില്ല, അവരൊക്കെ എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആരും എൻ്റെ വസ്തു പിടിച്ചു പറിക്കാൻ വന്നിട്ട് ഞാൻ വിട്ടുകൊടുക്കാതിരുന്നിട്ടില്ല. എൻ്റെ സമ്പത്ത് കൈക്കലാക്കാൻ വന്നിട്ടും ഞാൻ ആർക്കും കൊടുക്കാതിരുന്നിട്ടില്ല. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് എന്നാണ് പറയുന്നത്, ഇറ്റ്സ് എ റെക്കോർഡ്. ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഈ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമില്ല. ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ, പിന്നെന്ത് കൊടുക്കാൻ? ഞാനിവിടെ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. പോകുന്ന പോക്കനൊന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. പിന്നെ മാക്സിമം കൈക്കലാക്കി വെക്കുന്നത് അത് നമ്മുടെ ബുദ്ധി പോലെ ഇരിക്കും. ഇത് കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം, ഭയങ്കര വിഷമത്തിലാണ് നിങ്ങൾ. നിസ്സാര കാര്യത്തിന് വേണ്ടി കേസും പറഞ്ഞ് 10ഉം 15ഉം കൊല്ലം നടക്കുന്ന ആൾക്കാരുണ്ട്. നിസ്സാര കേസിന് എന്താണ് ഇതിന്റെ ഗുണം? അതാ വചനത്തിൽ പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ ഭേദ്യം ഏറ്റുകൊള്ളാത്തതെന്ത്? നഷ്ടം സഹിക്കാത്തതെന്ത്? നമ്മൾ ദൈവമക്കളല്ലേ, എന്താ സഹിക്കാൻ പറ്റാതെ? സ്തോത്രം. നമ്മൾ ഇത്രയും സെക്കൻഡ്സ് മാത്രമേ ഇവിടെ ഉണ്ടാവൂ എന്ന ബോധ്യം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. നെക്സ്റ്റ്, ഇതാണ് സ്പേസ്. നമ്മൾ നിത്യതയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മറന്നു പോകരുത്. ടൈമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇനി പറയുന്ന സ്പേസിനെ കുറിച്ചാണ്. ഇതാണ് നമ്മുടെ ഭൂമി. ഭൂമി നിവർത്തി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. നീല കളറിൽ കാണുന്ന എല്ലാം കടലാണ്, ബാക്കി മുഴുവൻ കരയാണ്. ഇതിന്റെ ഇവിടെയാണ് നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡം, അല്ലേ? 7 ഭൂഖണ്ഡമാണുള്ളത്, അറിയാമെന്ന് വിചാരിക്കുന്നു. ഏഷ്യ ഭൂഖണ്ഡം നിവർത്തി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇവിടാണ് നമ്മുടെ ഇന്ത്യ. ഇതിനെ ഹിന്ദു രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് നമ്മുടെ BJP സർക്കാർ. RSS അതിന്റെ പുറകിൽ ശക്തമായി നിൽക്കുന്നു. 100 കൊല്ലമാകുമ്പോൾ ഇത് ഹിന്ദു രാഷ്ട്രമാക്കണമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. 1925 RSSന്റെ ഉത്ഭവം. 2025 ഈ വർഷം അവർക്കിതിനെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് ശ്രമിച്ചതാണ്, നടക്കാതെ പോയി. 47-നകത്ത് ഇതിനെ ആക്കുമെന്നാണ് അവർ പറയുന്നത്. അതിന് മുമ്പ് തന്നെ ഇസ്ലാം ഇതിനെ ഇസ്ലാം രാഷ്ട്രമാക്കുമെന്ന് പറയുന്നു. അവർ തമ്മിൽ കിടന്ന് അടിക്കട്ടെ, നമുക്കിതിനൊന്നും നേരമില്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവരുടെ ആരുടെയെങ്കിലും രാജ്യമാക്കിക്കൊണ്ട് പോകട്ടെ. സർവ്വഭൂസീമവാസികൾക്കും ശീഘ്രസംഹാരം വരുത്താൻ കർത്താവ് വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടം വിട്ട് പൊക്കോണം. ഇവരിവിടെ എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് ഓട്ടോ ചാട്ടോ ഒക്കെ നടക്കട്ടെ.
ഇപ്പോൾ പെന്തക്കോസ്തുകാർ ഏറെക്കുറെ ഇപ്പോൾ ഒരുമിക്കുന്നുണ്ട്. നമുക്ക് MLA വേണമെന്നാണ് ഇവർ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് പോട്ടെ, MLA നല്ലതാണ്, MP നല്ലതാണ്, അതൊക്കെ അവരുടെ വഴിക്ക് നടക്കട്ടെ. നമ്മൾ ഒറ്റ കാര്യം അറിയണം, ഇവരാരെ കൊണ്ടും കർത്താവിൻ്റെ സഭയെ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് കർത്താവാണ് ചെയ്യുന്നത്. സ്തോത്രം. ഇത് ഗൗരവമേറിയ കാര്യമാണ്. ദൈവമക്കൾ ഇത് ഗൗരവത്തോടെ തിരിച്ചറിയണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, ഹല്ലേലൂയ സാങ്കുട്ടിച്ചാൻ ഇട്ടൊരു വീഡിയോ ഞാൻ ഇങ്ങനെ കാണുമായിരുന്നു. അതിനകത്ത് കർണാടകയിലെ 2 ദൈവദാസന്മാരുമായിട്ട് നടക്കുന്ന ഒരു ചർച്ചയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ചർച്ച ഞാനിങ്ങനെ ക്ലോസ് ആയിട്ട് വീക്ഷിച്ചു. ചിലർ എനിക്ക് ഇട്ട് തന്നു അതിന് മറുപടി പറയാൻ വേണ്ടി. ഞാനെല്ലാം കാണുന്ന എല്ലാത്തിനും മറുപടി പറയുന്നതുകൊണ്ട് ആൾക്കാർ ഇട്ട് തരും. ചീത്ത വിളി കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സ്തോത്രം. നിങ്ങളെൻ്റെ മനസ്സിന് പ്രയാസമൊക്കെ ഉണ്ടാകുന്ന സമയം എൻ്റെ വീഡിയോ എടുത്തിട്ട് എൻ്റെ കമൻ്റൊക്കെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു റിലീഫ് ഉണ്ടാവും. നല്ല ഉഗ്രം ചീത്തയാണ്. എനിക്കൊന്നും പ്രശ്നമുള്ള ആളല്ല. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല, ഇത് കേൾക്കാറില്ല. അതിൻ്റെ പൈസ എനിക്ക് വരുന്നുണ്ട്, അതാണ് എൻ്റെ പ്രത്യേകത. അയാൾ ചീത്ത വിളിക്കുന്നതിൻ്റെ വിഷയമല്ല, അയാൾ വിളിക്കുന്ന ഓരോ ചീത്തയ്ക്ക് എനിക്ക് പൈസയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ എന്നെ സ്വാഗതം ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഈ വീഡിയോ കേട്ടപ്പോൾ അതിനകത്ത് പറയാണ്, കർണാടകയിൽ 2 ദൈവദാസന്മാർ പറയുകയാണ്, കർണാടകയിൽ ദൈവ മക്കൾക്ക് ഒരുമിക്കേണ്ടുന്നൊരാവശ്യം വന്നു. ഒരുമിച്ചില്ലെങ്കിൽ അവിടെ പീഡ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരുമിച്ചു. അപ്പോൾ ഏറ്റവും മേകളിൽ ഒരു ബിഷപ്പുണ്ട്, അതിൻ്റെ താഴെ 270ഓളം പാസ്റ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ താഴെ അങ്ങനെ കുറേശ്ശെ. അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് ആണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു. നമ്മുടെ സ്ട്രെങ്ത് ഗവൺമെൻറ്റിൽ അറിയിച്ചപ്പോൾ എന്തൊക്കെ ആനുകൂല്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതുപോലെ കേരളത്തിൽ നമ്മൾ ഒരുമിക്കണമെന്നും, കേരളത്തിൽ 200 കോടിയോ 2000 കോടി അങ്ങനെ എന്തോ ഒരു കണക്ക് പറയുന്നുണ്ട്, അത്രയും രൂപ ക്രിസ്ത്യാനിക്ക് വേണ്ടി വരുന്നു എന്നും, അത് നമുക്ക് പെന്തക്കോസ്തുകാർക്ക് ആർക്കും കിട്ടുന്നില്ല എന്നും, അതിൻ്റെ കാരണം നമ്മൾ ശക്തി തെളിയിക്കാത്തത് കൊണ്ടാണ് എന്നും, അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതുമാണ് കാര്യം. പൊളിറ്റിക്കൽ കാര്യമാണ് പറയുന്നത്, തെറ്റൊന്നുമല്ല. ദൈവമക്കൾ ഒരുമിച്ച് നിൽക്കുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത് 200 2000 കോടി ഗവൺമെൻറ് നമ്മൾ എന്താ പറയുക ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ഇപ്പം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി തരുന്നത് നമുക്ക് കൂടി ഷെയർ കിട്ടേണ്ടതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ഇല്ലെങ്കിൽ നമുക്ക് തല്ലുകൊള്ളേണ്ടി വരും, നഷ്ടമുണ്ടാവും എന്നാണ് പറയുന്നത്. ശരിയാണ്. എൻ്റെ തലയ്ക്കകത്തുകൂടി പോയത് ഇതല്ല. നമ്മൾ ഇനിയെങ്കിലും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ കാഹളം ധ്വനിപ്പിക്കുമ്പം പോകില്ലെന്നുള്ളതാണ് എൻ്റെ മനസ്സിലുണ്ടായ പ്രശ്നം. അവർ പറഞ്ഞ പ്രശ്നം തെറ്റല്ല കേട്ടോ. പൊളിറ്റിക്കലി നമ്മൾ ഒരുമിക്കണമായിരിക്കും ഗവൺമെൻറ്റിന് സ്വാധീനം ഉണ്ടാക്കാൻ. ഇനി സ്വാധീനം ഉണ്ടാക്കണമെന്ന് ഈ ചേട്ടന്മാർ പറയുമ്പോൾ ചിലപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ അടുക്ക് ധർണയ്ക്കോ പാട്ടിനോ ഒക്കെ ചെന്ന് നമ്മൾ ഇരിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് കൃപ അനുസരിച്ച് ചെയ്യാം. ഞാൻ അതിലൊന്നും പറയുന്നില്ല, അല്ലേ? ഇവരുടെ നേതാക്കന്മാർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയും, എല്ലാവരും കൂടെ സെക്രട്ടേറിയറ്റ് പറയണം, അങ്ങനെ പെന്തക്കോസ്തുകാരെല്ലാവരും അവിടെ ചെല്ലുകയും രാജാതിരാജനും സമയാമരതും ഒക്കെ പാടുകയും ചെയ്യേണ്ടി വരും. യു ക്യാൻ ഡു ദാറ്റ്, ദാറ്റ്സ് അപ് ടു യു. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുമിച്ച് കൂടി 2000 കോടിയിൽ പങ്ക് പറ്റിയില്ലെങ്കിലും വേണ്ടില്ല, നമ്മൾ ഒരുമിച്ച് കൂടാതിരുന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ ആരും പോകത്തില്ല. അതിനുവേണ്ടി നമ്മൾ ഒരുമിക്കണം. മറ്റു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുമിക്കുന്നത്, ദാറ്റ്സ് അപ് ടു യു. ഞാനൊന്നും വിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ സഭയുടെ ബൗണ്ടറീസ് മറന്ന് നമ്മൾ ഒരുമിക്കണം. നമ്മൾ IPC ആയിക്കോട്ടെ, AG ആയിക്കോട്ടെ, ഷാരോൺ ആയിക്കോട്ടെ, സ്വതന്ത്രം, ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ കാര്യമാണ്. ഇവിടെ എല്ലാത്തിൻ്റെ ദൈവസമരമുണ്ടെന്ന് എനിക്കറിയാം, സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഒരുമിക്കണം. സംഘടനയൊക്കെ നമുക്ക് ആവശ്യമാണ്. സംഘടന ഇല്ലാതെ ഇവിടുത്തെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ നടക്കത്തില്ല. ഗവൺമെൻറ്റിന് പേര് ചേർക്കാൻ പറ്റത്തില്ല. കാര്യം ഒരുപാട് ഇവിടെ ഗവൺമെൻറ് ആവശ്യങ്ങളുണ്ട്. അതിനുവേണ്ടി സംഘടനയുടെ പേര് അവിടെ ഇരിക്കട്ടെ. അത് മാറി കർത്താവിൻ്റെ മക്കളെന്ന നിലയിൽ നമ്മളെല്ലാവരും ഒരുമിക്കണം. ദൈവമക്കൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഒരുമിക്കണം. സംഘടനകൾ ആവശ്യമാണ്, അവിടെ ഇരുന്നോട്ടെ. സ്തോത്രം. അതിന് നമ്മൾ തള്ളിപ്പറയുകയൊന്നും വേണ്ട. പക്ഷെ ദൈവമക്കൾ എന്ന നിലയിൽ ഇതെല്ലാം വിട്ട് നമ്മൾ ഒന്നാകണം. ഒന്നായേ തീരൂ, എങ്കിലേ കർത്താവിൻ്റെ കാഹളത്തിൽ നമുക്ക് എടുക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചിന്ത്യ. ഇന്ത്യ കടന്നപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ കുഞ്ഞു കേരളം അതിൻ്റെ ഇങ്ങേ മൂലയ്ക്ക്, തെക്കേ മൂലയ്ക്ക്. അത് പരശുരാമൻ കോടാലി എറിഞ്ഞാണ് ഉണ്ടായതെന്നാണ് ഇവർ പറയുന്നത്. സാരമില്ല, അല്ലേ? മനുഷ്യൻ്റെ കുരങ്ങിൻ്റെ വാല് ചെറുതായിട്ടാണ് മനുഷ്യനുണ്ടായെന്ന് പറയുന്ന ഈ മനുഷ്യൻ കോടാലി എറിഞ്ഞിട്ടുണ്ടായി എന്ന് പറയുന്നതിൽ തെറ്റില്ല, അല്ലേ? എന്നാൽ ഞാൻ തൃശ്ശൂർ എന്നപ്പോൾ അയാൾ അവിടെ നിൽക്കുകയാണ്, കോടാലി എറിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ കയ്യിൽ കോടാലി ഇരിപ്പുണ്ട്. പിന്നെ എറിഞ്ഞെന്ന് പറഞ്ഞ എന്താ അർത്ഥത്തിലെന്ന് എനിക്കറിയില്ല, അല്ലേ? അയാളെ പിടിച്ച് കുറച്ചുകൂടെ മാറ്റിക്കൊണ്ട് നിർത്തി ഒരെറിയൂടെ എറിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സ്ഥലം കിട്ടും. സ്ഥലം തീരെ കുറവാണ്. കാരണം അടുത്ത് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ഒരുപാട് പേര് ഉടുപ്പിട്ടുകൊണ്ട് നിൽക്കുകയാണ്. VD സതീശൻ നിൽപ്പുണ്ട്, അല്ലേ? പിന്നെ അതിനകത്ത് 3-4 പേര് നിൽപ്പുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തല നിൽപ്പുണ്ട്. ഇങ്ങനെ 3-4 പേര് നിൽപ്പുണ്ട്. പിണറായി പോണോ പോണ്ടേന്നും വെച്ചോണ്ട് നിൽക്കുകയാണ്, അല്ലേ? ഇങ്ങനെ എല്ലാവർക്കും ഉടുപ്പിട്ടാൽ കൊള്ളാമെന്നുള്ള താല്പര്യത്തിലാണ് ആരെങ്കിലും ഒക്കെ ഇരിക്കുക. അപ്പോൾ സ്ഥലം ഇച്ചിരി കുറവാണ്. ഒരെറിയും കൂടെ നീട്ടി എറിഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടെ കിട്ടിയേനെ. എല്ലാവർക്കും അറിയാം ഇതൊന്നും എറിഞ്ഞുണ്ടാക്കിയതല്ല, മഹാദൈവം ഇത് സൃഷ്ടിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ അഭക്തിയാണ് ഇതെല്ലാം പറഞ്ഞുണ്ടാക്കുന്നത്. അതങ്ങനെ അല്ലടാ എന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയാൻ നമ്മൾ തയ്യാറാവണം. പക്ഷെ ദൗർഭാഗ്യവശാൽ നമുക്കും അതിന് നേരമില്ല, അല്ലേ? നമുക്കതിന് നേരമില്ല. ഇതതിൻ്റെ ഒരു പ്രതിസന്ധി. സ്തോത്രം. റൈറ്റ്. താഴേക്ക് വരുമ്പോൾ നമ്മുടെ കുഞ്ഞു കേരളം, കുഞ്ഞു കേരളത്തിൻ്റെ ഇങ്ങ് താഴെ വരുമ്പോൾ ഓരോ ജില്ല നിങ്ങൾക്കറിയാം. നിങ്ങൾ ഏത് ജില്ലയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. എറണാകുളം, അല്ലേ? ബാക്കി ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ സ്പേസ് പിടികിട്ടിയല്ലോ, ടൈം പിടികിട്ടി, സ്പേസും പിടികിട്ടി. ഇനി
നിത്യത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്ലോക്കാണ്. ഇറ്റ്സ് ദ ക്ലോക്ക് ഓഫ് ഗാഡ്. ഇതിങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കും, ദൈവത്തിൻ്റെ ക്ലോക്കാണ്. ദൈവത്തിൻ്റെ ക്ലോക്കിൻ്റെ പ്രത്യേകത, there is no beginning, there is no end. ഇതിനൊരു തുടക്കവും ഇല്ല, ഇതിനൊരു ഒടുക്കവും ഇല്ല. ദൈവത്തിൻ്റെ ക്ലോക്ക് ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്, തുടക്കവും ഒടുക്കവും ഇല്ല. അതിൽ ദൈവം ഒരിടത്ത് ഒരു പോയിന്റ് ഇട്ടിട്ട് അതിനൊരു പേര് കൊടുത്തു, ആദി. വാസ്തവത്തിൽ ആദി എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. നമുക്ക് വേണ്ടി ദൈവം ഒരു പോയിന്റ് ഇട്ടിട്ട് ഒരു ആദി കൊടുത്തതാണ്. ആ ആദിയെക്കുറിച്ചാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഏതാദിയിൽ? ആദിയിൽ. എപ്പോ വയ്ക്കാം? ആദിയിൽ. എവിടെ കൊണ്ടുവയ്ക്കും? അതങ്ങാദി. മനസ്സിലുണ്ടോ? പിന്നീടാണ് മോശ പറയുന്നത്, ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കൊള്ളാം. യോഹന്നാൻ പിന്നെയും പറയുന്നു, ആദി മുതലുള്ളത്. എപ്പോ? പണ്ടേ ഉള്ളത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തൊട്ടത്. കണ്ടോ പദപ്രയോഗം പോകുന്ന ഒക്കെ ഉണ്ടോ? യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ആദി കുറച്ചിപ്പുറം മാറി ബൈബിൾ പേരിട്ടു അന്തം. അതാണ് യേശുക്രിസ്തു നിന്നുകൊണ്ട് പറയുന്നത്, ഞാൻ തന്നെയാണ് ആദിയും അന്തവും എന്ന് പറഞ്ഞാൽ ആദിക്ക് മുമ്പേ ഞാനുണ്ട്, അന്തത്തിന് ശേഷവും ഞാനുണ്ട്. മറ്റാരും ഇല്ല കേട്ടോ. ബുദ്ധനായാലും ജൈനനായാലും സ്വരാഷ്ട്രീയനായാലും മുഹമ്മദ് ആയാലും ഇവരാരും ആദിക്ക് മുമ്പില്ല, അന്തത്തിന് ശേഷം കാണത്തുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മിന്നായം പോലെ വന്നു പോകുന്നവരാണ് ഇവരൊക്കെ ചെകുത്താന്റെ വ്യത്യസ്ത വേർഷൻസ് ആണ്. ഇവരാരും സാക്ഷാൽ ദൈവത്തിൻ്റെ ആരുമല്ല, ദൈവത്തെ പോലെ തോന്നിക്കുന്ന ചില വ്യക്തികളാണ്. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഭരണം ഇതേ കണക്കിന് 10 കൊല്ലം കൂടെ മുമ്പിലേക്ക് പോയാൽ രാഷ്ട്രപിതാവ് എന്നത് മഹാത്മാഗാന്ധി ആയിരിക്കില്ല. ഇതേ കണക്കിന് മുമ്പിലേക്ക് പോയാൽ സവർക്കറോ നാഥുറാം വിനായക് ഗോഡ്സെയോ ആയിട്ട് വരും ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. നമുക്കിതൊന്നും വിഷയമല്ല. നോട്ടിൽ ആളിൻ്റെ പടം മാറ്റി അടിച്ചു വരും. മോഡിയുടെ പടം അടിച്ചു വന്നാലും നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ വാങ്ങിക്കും, പോക്കറ്റിടും, പോകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്കിതൊന്നും പ്രശ്നമേ അല്ല. നമുക്ക് ആ ഒരു ചിന്ത നമ്മുടെ തലയ്ക്കകത്തുണ്ടായിരിക്കണം. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും ക്രിസ്മസിന് അവധി കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ആൾക്കാർ ബഹളം ഉണ്ടായിക്കൊണ്ട് നടക്കുകയാണ്. നമുക്ക് അവധിയേ വേണ്ട. ഞായറാഴ്ച മാറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല. ബുധനാഴ്ച ആക്കിയാൽ ബുധനാഴ്ച. നമുക്കിതൊന്നും വിഷയമേ അല്ല. പക്ഷെ നമ്മൾ ബൈബിൾ ക്ലാസ്സിന് സൺഡേ ക്ലാസ്സിനെ പറയൂ, അല്ലേ? അത് നമുക്കിത് ഇവർക്കാണ് പ്രശ്നം. ആർക്കാ? ഈ ശനിയാഴ്ച ആരാധനക്കാർക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. അവർക്ക് ശനിയാഴ്ച തന്നെ ആരാധിക്കണം, എങ്കിലേ ദൈവം പ്രസാദിക്കും. അന്നാണ് മൂപ്പർക്ക് ലീവ് ഉള്ളത്. നമുക്കിതൊന്നും വിഷയമല്ല. നമുക്ക് എപ്പോഴും സന്തോഷിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കാം, എപ്പോഴും ആരാധിക്കാം. ചർച്ചിനകത്ത് തന്നെ ആരാധിക്കണമെന്നില്ല. wherever we are getting the chance നമുക്ക് അവിടെ ആരാധിക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദി അന്തം, ആദി മുതൽ അന്തം വരെയുള്ള വിശേഷങ്ങളെയാണ് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് മൊത്തം പറയാനാണ് ഞാൻ വിചാരിച്ചത്. എത്രത്തോളം കൊണ്ടെത്തിക്കാനാകുമെന്ന് എനിക്കറിയില്ല. മോർണിംഗിൽ കുറച്ച് ഏരിയ ഞാൻ കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വരവ് പോലെ, വരുന്ന ആൾക്കാരുടെ ദാഹം പോലെ ഞാൻ കവർ ചെയ്യും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ആദിക്ക് മുമ്പ് അനാദി എന്ന് പറയും. അനാദി, അതാണ് എറ്റേണിറ്റി. എറ്റേണിറ്റി പാസ്റ്റ്. അന്തത്തിന് ശേഷം അനന്തം എന്ന് പറയും. അതാണ് എറ്റേണിറ്റി ഫ്യൂച്ചർ. മനസ്സിലായോ? അനാദി മുതൽ അനന്തം വരെ, ആദി മുതൽ അന്തം വരെ, നിത്യത മുതൽ നിത്യത വരെ. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെയാണ്. അന്ത്യകാലം. അന്ത്യകാലത്തിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും കമ്മിങ് ഡേയ്സിൽ നമുക്ക് പറയാം. കാര്യങ്ങൾ പിടികിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. മൊത്തം ഒരു സ്കെയിലിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്തു പോകുന്നത്. ഏറെക്കുറെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് മനസ്സിലാകും, ഇല്ലാത്തവർക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ ദയവായി എന്നോട് ക്ഷമിക്കേണ്ടി വരും. സ്തോത്രം. കാര്യങ്ങൾ ഗ്രഹിക്കുന്നുവല്ലോ ദൈവമക്കളെ. നമ്മൾ എത്തി നിൽക്കുന്നത് അന്ത്യകാലത്തിലാണ്. അറ്റ് എനി ടൈം പ്രോഗ്രാം മാറും, സിസ്റ്റം മാറും. അതിനു മുമ്പ് കാഹളം ധ്വനിപ്പിക്കും. കർത്താവിന് വേണ്ടി കാത്തിരുന്ന വിശുദ്ധന്മാർ, മണ്ണിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അവരോടൊരുമിച്ച് ജീവനോടെ കർത്താവിലിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് അക്കരയ്ക്ക് പോകാൻ പോവുകയാണ്. അതോടൊരുമിച്ച് നമുക്ക് പോകാൻ താല്പര്യമുള്ളവർ ഒരുങ്ങിയിരിക്കണം. നമ്മൾ ഒന്നായിട്ടിരിക്കണം, ചേർന്ന് നിൽക്കണം, നിത്യതയ്ക്കൊരുങ്ങണം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.